परमेश्वर के दास ഇവിടെ ആയിരിക്കുന്ന അഭിഷിക്തന്മാരായ കന്യകമാർ സഹോദരന്മാർ കുഞ്ഞുങ്ങൾ ഏവർക്കും സ്നേഹവന്ദനം. यहाँ पर मौजूद परमेश्वर के दास बच्चे बुजुर्ग सबको आने वाले यीशु मसीह के नाम से अपना स्नेह वंदन देता हूँ. ഇന്ന് സ്വർഗം വളരെ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. आज स्वर्ग बहुत खुश होने वाला दिन है ये. നമ്മുടെ ഇന്ത്യയിലെ हमारे भारत देश में ഈ ലോകത്തിൽ വെച്ച് നോക്കിയാൽ अगर इस दुनिया से अगर हम कंपेयर करके देखते हैं तो ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലാൻഡ് ആരുടേതാണെന്ന് അറിയാമോ? हमें सबसे खूबसूरत देश कौन सा आप जानते हैं? मैंने आपसे सवाल करा है, हमें सबसे खूबसूरत देश कौन सा है? പറയാൻ പറ്റുമോ? ഈ നമുക്കറിയാവുന്ന സുന്ദരിമാരിൽ ഏറ്റവും മനോഹരമായ കൈയുള്ളത് ആർക്കാണെന്നറിയാമോ? हमें सबसे सुंदर हाथ किसका है आप जानते हैं? ऐश्वर्या राय. क्या वो ऐश्वर्या राय है? और कोई राय है? क्या वो और कोई स्त्री है? ഈ ഉലകത്തിൽ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫീറ്റ് കാലുകളുള്ള പാദങ്ങളുള്ള व्यक्ति ആരാന്നറിയാമോ? क्या आप जानते हैं इस दुनिया में सबसे सुंदर पैर किसका है करके? आपने जीत गए. आप लोग जीत चुके हैं. मैंने सोचा आपने बोलेगा ऐश्वर्या राय. ഇന്ന് ഇവിടെ ഇരിക്കുന്നവരിൽ ഏറ്റവും മനോഹരമായ കാലുകളുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ പാദങ്ങളാണ്. आमेन. आज यहाँ मौजूद उन लोगों में सबसे सुंदर पैर जो हमारे प्रिय आलिस अम्मची का है. വചനം പറയുന്നു നന്മ സുവിശേഷീകരിക്കുന്നവരുടെ കാല് എത്ര മനോഹരം. हमारे परमेश्वर वचन कहते हैं कि जो सुसमाचार सुनाते हैं या जो भला काम करते हैं उनका पैर कितना सुंदर होता है. ഒരുപക്ഷെ നിങ്ങളുടെ കാല് വളരെ കറുത്ത് ഇരുണ്ട് വിണ്ട് കീറിയതൊക്കെ ആയിരിക്കും. हो सकता है आपका पैर काला पड़ गया हो या फट चुका हो. ഒരുപക്ഷെ കുഴിനഖമൊക്കെ ഉള്ള വൃത്തികെട്ട കാലായിരിക്കും. हो सकता है आपका पैर बहुत ही दिखने में बहुत ही गंदा हो. ഒരുപക്ഷെ ആളുകൾ നമ്മുടെ കാല് കണ്ടപ്പോൾ കളയാൻ സാധ്യതയുണ്ട്. हो सकता है लोग हमारे पैर को देखकर थूक कर वहां से चले जाए. നിങ്ങളുടെ കാലുകൾ ഒരുപക്ഷെ ഐശ്വര്യ റായിയുടെ കാല് പോലോ ഷാറുഖ് ഖാന്റെ കാല് പോലോ ഒന്നും ആയിരിക്കും. हो सकता है आपका पैर ऐश्वर्या राय के समान या शाहरुख खान के समान बिल्कुल भी नहीं हो. എന്നാൽ നിങ്ങളുടെ കാല് സുവിശേഷം അറിയിക്കുന്ന കാലുകളാണെങ്കിൽ നിങ്ങളുടെ കാലുകളെ പോലെ മനോഹരമായ ഒരു കാല് ഈ ഉലകത്തിലില്ല. परंतु अगर आपका पैर सुसमाचार सुनाने वाला पैर है तो इस दुनिया में आपके पैर के समान किसी का भी पैर नहीं है. ഇതൊന്നും അല്ല. ഇതെന്ത് ഒരു अगर आप में बिल्कुल भी जीवन नहीं दिख रहा है. ഇതിനകത്തൂടെ ഒരു കാര്യം മനസ്സിലായി, മിക്ക കാലുകളും സുവിശേഷം ഇതുവരെ അറിയിച്ചിട്ടില്ല. आमेन. हालेलुया. इस इधर बैठे हुए लोगों से अभी समझ में आ रहा है कि ज्यादातर लोगों ने आज तक सुसमाचार बिल्कुल भी नहीं सुनाया है करके. കാരണം അവർക്ക് കിട്ടാനും ഒന്നും പോകുന്നില്ല. क्योंकि उनको मिलने भी कुछ नहीं वाला അവരുടെ കാല് ഇങ്ങനെ അഗ്ലി കാലായിട്ട് തന്നെ ഇരിക്കും. और उनका पैर अभी भी बिल्कुल गंदा पड़ा हुआ है. അതുകൊണ്ടായിരിക്കും നിങ്ങൾ എല്ലാവരും മിണ്ടാതിരിക്കുന്നത്. इसलिए हो सकता है आप लोग चुप बैठे हुए हो. ഇന്ന് വരെയും നിങ്ങളുടെ കാലുകൾ സുവിശേഷം അറിയിക്കാത്ത കാലുകളാണെങ്കിൽ ഇന്ന് ഈ അമ്മച്ചിയെ ഒരു പ്രചോദനമായി ഉൾക്കൊണ്ട് നിങ്ങളുടെ കാലുകൾ സുവിശേഷവുമായി പോകുന്ന കാലുകളായി തീരട്ടെ. നിങ്ങളുടെ മോശമായ കാലുകൾ വളരെ വേഗം മനോഹരമായ കാലുകളായി മാറും. अगर आपका पैर एक ऐसा पैर है जो आज तक सुसमाचार नहीं सुना है तो आपको ये अम्मची जो है एक प्रोत्साहन के रूप में लेना है और आपको जाकर सुसमाचार सुनाना है. भले ही आपका पैर गंदा हो जाए परंतु परमेश्वर उसको अति सुंदर कर देगा. ഒരായുസ് മുഴുവനും കർത്താവിന് വേണ്ടി ജീവിതം ഹോമിച്ച ഈ മഹത് ഭാഗ്യവതി ഇവിടെ കൊടുത്ത ആദരവുകളൊക്കെ വെറും ഒന്നുമല്ല. പക്ഷേ ദൈവത്തിന്റെ മുമ്പാകെ ഈ അമ്മച്ചി നിൽക്കുമ്പോൾ ലഭിക്കുന്ന പ്രതിഫലം എത്ര ശ്രേഷ്ഠമായിരിക്കും. हमारे अम्मची जिन्होंने अपनी उम्र भर परमेश्वर के सुसमाचार के लिए परमेश्वर की सेवा के लिए अपने जीवन को बिताया है. हमने जो भी आदर आज यहाँ पर करा है वो सब कम है परंतु परमेश्वर जो आने वाले दिनों में इनको जो आदर सम्मान देने वाला है वो बहुत ही उत्तम होगा. हालेलुया. കർത്താവിൽ പ്രശസ്തനായ DL മോഡി ദൈവദാസൻ ഇംഗ്ലണ്ടിൽ സുവിശേഷ ഘോഷണങ്ങളൊക്കെ നടത്തി വളരെ ക്ഷീണിതനായി കപ്പലിൽ അമേരിക്കയിലേക്ക് മടങ്ങി വരികയാണ്. परमेश्वर का अभिषिक्त दास DL मोडी जो है आमेन इंग्लैंड में सुसमाचार सुना कर थक के आमेन जहाज के थ्रू आमेन अमेरिका की ओर जा रहे थे. ഏകദേശം 45 ദിവസം
യാത്ര ചെയ്താണ് അമേരിക്കയിൽ എത്തേണ്ടത്. हमें लगभग 45 डेज सफर कर उनको अमेरिका देश में पहुंचना है. എല്ലാ പ്രാവശ്യവും താൻ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ താൻ കപ്പലിൽ യോഗങ്ങൾ, പ്രാർത്ഥനാ കൂട്ടായ്മകൾ നടത്തും. അനേകർ തന്റെ അടുക്കൽ പ്രാർത്ഥിക്കുവാനും സുവിശേഷം കേൾക്കുവാൻ വേണ്ടി വരുമായിരുന്നു. जब जब वो जहाज में सफर करते थे तब अनेक लोग उनके पास संगति बनाने के लिए, प्रार्थना करवाने के लिए उनके पास आते थे. എന്നാൽ ഒരു പ്രാവശ്യം താൻ ഇംഗ്ലണ്ടിൽ നിന്നും കപ്പലിൽ യാത്ര പുറപ്പെടുമ്പോൾ, और एक बार क्या हुआ, जब वो इंग्लैंड से हमें जहाज के सफर के लिए जब निकले हुए थे, ആ കപ്പലിൽ 3000 യാത്രക്കാരുണ്ടായിരുന്നു. हमें उस जहाज के अंदर लगभग 3000 यात्री आए थे. പക്ഷേ താൻ വച്ച പ്രാർത്ഥനാ യോഗത്തിൽ ആരും വരുന്നില്ല. परंतु वो जो संगति उन्होंने वहां पर बनाया था उसमें कोई भी भाग नहीं ले रहा. സുവിശേഷം കേൾക്കുവാനായിട്ട് ആരും കടന്നു വരുന്നില്ല. सुसमाचार सुनने के लिए कोई भी उनके पास नहीं आ रहा है. എന്താ കാരണമെന്നറിയാമോ? कारण क्या है आप जानते हैं? ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വേട്ടക്കാരനും ആ കപ്പലിൽ യാത്ര ചെയ്യുന്നു. क्योंकि उस जहाज में सबसे बड़ा शिकारी जो है उस जहाज में सफर कर रहा था. ആ കപ്പലിനകത്തുള്ള ഇൻഡോർ ഓഡിറ്റോറിയത്തിനകത്ത് ഈ മനുഷ്യന്റെ അടുക്കൽ എല്ലാവരും കൂടിയിരിക്കുകയാണ്. और ये जो शिकारी था उसके पास सारे लोग इकट्ठा हुए थे. അയാൾ ചെയ്ത വലിയ വീരകൃത്യങ്ങളൊക്കെയും ഇയാൾ വിവരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അത് കേട്ട് സന്തോഷിക്കുന്നു. और ये शिकारी जो है अपने जो भी उसने महान कार्य करे थे वो उनको बता रहा था, और जितने भी लोग थे बड़े अच्छे से उनको सुन रहे थे. ഈ കർത്താവിന്റെ ദാസൻ വളരെ ദുഃഖത്തോടുകൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. और ये जो प्रभु का दास है बड़े दुख के साथ प्रार्थना करना शुरू करा. അവസാനം ന്യൂയോർക്കിലെ കപ്പൽ എത്തുവാനിടയായി. और आखिर में अमेरिका में न्यूयॉर्क नामक जगह में जहाज पहुंच गया. താൻ അവിടെ എത്തുമ്പോൾ തന്നെ എതിരേൽക്കുവാൻ, തന്നെ സ്വീകരിക്കുവാൻ ഒരാൾ പോലും അവിടെ ഇല്ല. और जब वो उस जगह में पहुंचे तब उनको स्वीकार करने के लिए कोई भी नहीं था वहां पे. താൻ ടെലിഗ്രാം ചെയ്തതാണ്, പക്ഷേ ആ ടെലിഗ്രാം ആർക്കും അവിടെ കിട്ടിയില്ല. അത് പിന്നീടാണ് താൻ അറിയുന്നത്. उन्होंने पहले ही संदेश तो भेजा था पर किसी को मिला नहीं, शायद से बाद में उनको मिला था. അവിടെ നിന്ന് ആ സ്ട്രീറ്റിൽ നിന്നും ഒരു കുതിരവണ്ടി വിളിച്ച് തന്റെ പെട്ടി താൻ തന്നെ ചുമന്ന് തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. वो अपने रास्ते में एक घोड़ा गाड़ी को बुलाकर उसमें अपने सारे बैग सब रखकर वो खुद वहां से निकल जाते हैं. എന്നാൽ അവിടെ നടന്ന ഒരു സംഭവം തന്നെ വല്ലാതെ വേദനിപ്പിച്ചു. परंतु वहां पर जो एक घटना घटी वो उनको बहुत ही दुख हुआ उससे. ഈ വേട്ടക്കാരനെ സ്വീകരിക്കുവാൻ വേണ്ടി അവിടുത്തെ ന്യൂയോർക്കിലെ സിറ്റി മേയറും ന്യൂയോർക്ക് ഗവർണറും ആ ലോകത്തിലുള്ള വലിയൊരു ജനസമൂഹം ഈ വേട്ടക്കാരനെ സ്വീകരിക്കുവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. और उन्होंने ये देखा कि शिकारी को स्वीकार करने के लिए वहां के मेयर, ऐसे बड़े बड़े प्रधान लोग और बहुत बड़ी झुंड वहां पर इकट्ठा हुई है. ഈ സമയത്ത് കർത്താവിനെ ശുശ്രൂഷിക്കുന്ന ഈ ദാസൻ ദൈവത്തോട് പരാതിപ്പെട്ടു. और ये जो प्रभु का दास है ये सब देखकर परमेश्वर से प्रार्थना करना शुरू करता है. കർത്താവ്, ഈ വെറും വേട്ടക്കാരനെ സ്വീകരിക്കുവാൻ ഈ ലോകം വലിയ ബഹുമതികളോട് വന്ന് സ്വീകരിക്കുന്നു. कि परमेश्वर ये साधारण शिकारी को स्वीकार करने के लिए बहुत सारे लोग यहाँ इकट्ठा हुए हैं. ഞാൻ മഹാദൈവമായ അങ്ങയെ സേവിക്കുന്ന എന്നെ സ്വീകരിക്കുവാൻ ഒരാൾ പോലും ഇവിടെ. परंतु मैं जो आपकी सेवा करता हूँ मुझे स्वीकार करने के लिए कोई भी यहाँ पर मौजूद नहीं है. കർത്താവേ, ഞാൻ എന്റെ ഭവനത്തിൽ എത്തിയിട്ടും ആരും എന്നെ കാണാൻ പോലും എത്തിയിട്ടില്ല. हे परमेश्वर, मैं अपने घर में पहुंचने के बाद भी कोई भी मुझसे मिलने नहीं आया. ഉടനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നോട് പറഞ്ഞു, അവൻ തന്റെ ഭവനത്തിലാണ് എത്തിയത്, നീ ഇതുവരെയും നിന്റെ ഭവനത്തിൽ നീ എത്തിയിട്ടില്ല. तब परमेश्वर की आत्मा मुझसे कहती है कि वो शिकारी जो है अपने घर की ओर पहुंच चुका है पर तुम अभी तक अपने भवन की ओर नहीं पहुंचे हो. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുവരെയും നമ്മുടെ ഭവനത്തിൽ എത്തിയിട്ടില്ല. मेरे प्रिय लोगों, अभी तक हम खुद के भवन में नहीं पहुंचे हैं. വേട്ടക്കാരൻ അവന്റെ ഭവനത്തിലെത്തി, അതുകൊണ്ട് അവന് സ്വീകരണം ലഭിച്ചു. शिकारी अपने घर में पहुंच चुका था इसलिए लोगों ने उसको स्वीकार किया. പക്ഷേ നമ്മൾ ഇതുവരെയും നമ്മുടെ ഭവനത്തിൽ, അപ്പന്റെ ഭവനത്തിൽ എത്തിയിട്ടില്ല. ഒരു ദിവസം നമ്മൾ ഇവിടെ എത്തുന്ന സമയമുണ്ട്. परंतु मेरे प्रियो, अभी तक हम अपने पिता के घर में नहीं पहुंचे हैं और एक समय जरूर आएगा जहां पर हम भी अपने पिता के भवन में जाएंगे. നമ്മളെ സ്വീകരിക്കുവാൻ വേണ്ടി അവിടെ എന്തൊക്കെയുണ്ട് എന്ന് നമുക്കിപ്പോൾ വർണ്ണിക്കുവാൻ അസാധ്യമാണ്. वहां पर हमें स्वीकार करने के लिए क्या क्या चीजें हैं अभी तक हम वर्णन नहीं कर सकते. ഈ അമ്മച്ചിയെ കാണുമ്പോൾ മഹാദൈവം തന്നെ ഓടി വന്നേ. इस अम्मची को देखकर परमेश्वर खुद यहाँ पर उतर कर आया है. യേശുക്രിസ്തുവിന് തന്റെ സിംഹാസനത്തിൽ ഒരുപക്ഷെ ഇരിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. हो सकता है जब ये वहां पर जाएगी तब यीशु मसीह भी अपने सिंहासन में बिल्कुल भी नहीं बैठ पाएंगे. ഭക്തനായ സ്തെഫാനോസ് ഏറുകൊണ്ട് മരിക്കുമ്പോൾ യേശുക്രിസ്തു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. जब परमेश्वर का भक्त दास स्तेफानोस जब पत्थर से मार जब उसको मार डाला जा रहा था तब हम देख सकते कि यीशु मसीह स्वर्ग में खड़ा हुआ था करके. സ്വർഗ്ഗം മുഴുവനും ഇളകി മറിയുന്ന
ഒരു ദിവസമുണ്ട്. हमें स्वर्ग पूरा तितर बितर हो जाए, एक ऐसा दिन आ रहा है. നമ്മൾ ചെയ്ത ഓരോ പ്രവൃത്തികൾക്കും തക്കവണ്ണം നമുക്ക് പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട്. हमने जो भी कार्य करा है उसका प्रतिफल मिलने वाला एक दिन जरूर आएगा. ഈ അമ്മച്ചി 63 ഇവിടെ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഞെട്ടി. मैंने जब ये सुना कि अम्मची 1963 में भोपाल देश में आई थी करके मैं थोड़ा सा घबरा गया. കാരണം ഞാൻ ജനിക്കുന്നതിനും 10 വർഷം മുമ്പ് ഈ അമ്മച്ചി ഈ നാട്ടിലെത്തുവാനിടയായി തീർന്നു. कि मेरे जन्म से 10 साल पहले अम्मची इस भोपाल देश में आ गई थी. എത്ര അന്നത്തെ സമയത്ത് ഒരു വിശ്വാസികൾ പോലും ഇല്ലാതിരിക്കുന്ന സമയമായിരിക്കും. ये हो सकता है कि ऐसा समय हो जहाँ पर एक विश्वासी भी उनके पास ना हो. അന്ന് ഈ അമ്മച്ചി ഒരുപക്ഷെ അതിസുന്ദരിയായ ഒരു അമ്മച്ചി ആയിരിക്കാം. हो सकता है उस समय अम्मची बहुत ही सुंदर दिखती होगी. ഈ ലോകപ്രകാരമുള്ള ഒരു സൗഭാഗ്യ ജീവിതം പ്രതീക്ഷിക്കാമായിരുന്നു. हो सकता मैं ये चाहे तो बहुत ही सौभाग्य वाला जीवन इच्छुक कर सकती थी. എന്നാൽ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി അതിനേക്കാൾ വലിയ സൗഭാഗ്യമില്ല എന്ന് മനസ്സിലാക്കി ഈ ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ മുഴുവനും ത്യജിക്കുവാനിടയായി തീർന്നു. परंतु उन्होंने समझ लिया कि यीशु मसीह से बढ़कर इनको किसी के लिए भी नहीं जीना है और इस कारण इन्होंने इस दुनिया की सारी बातों को हटा दिया अपने जीवन से. 2 കൊരിന്ത്യർ 5:14 വായിക്കുന്നു, ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച കർത്താവിനായി തന്നെ ജീവിക്കണം. दूसरे कोरिन्थियों 5:14 में इस प्रकार लिखा है कि अब जो जीता है वो खुद के लिए नहीं परंतु यीशु मसीह के लिए जीता है. അപ്പം കർത്താവിന് വേണ്ടി ജീവിക്കണമെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമുക്ക് വേണ്ടിയുള്ള ജീവിതം അവസാനിപ്പിക്കണം. जैसे मैंने पिछली बार कहा था, अगर हमें परमेश्वर के लिए अगर जीवन जीना है तो हमारा खुद का जीवन हमें बंद करना होगा. നമ്മളോട് ആരോടെങ്കിലും ചോദിക്കുകയാണ് നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ധൈര്യത്തോടെ പറയാൻ പറ്റുമോ ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുന്നത്? अगर हम में से किसी से भी अगर कोई पूछता है कि आप किसके लिए जीते हो, क्या आपके के अंदर इतना हियाव है कि आप बोल सको कि मैं यीशु मसीह के लिए जीवन जीता हूं करके? നമ്മൾ ജീവിക്കുന്നു, നമുക്ക് വേണ്ടി ജീവിക്കുന്നു, കർത്താവിന് വേണ്ടിയും ജീവിക്കുന്നു. हम जीते हैं, अपने लिए भी जीते हैं और परमेश्वर के लिए भी कभी-कभी जीते हैं. കൂടുതൽ സമയവും നമ്മൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. और ज्यादातर जीवन हम अपने लिए जीते हैं. നമുക്ക് നമ്മുടേതായ ഒരു പ്ലാനും പദ്ധതികളൊക്കെ ഉണ്ട്. हमें अपनी खुद के लिए एक योजना, एक प्लान हमने बनाया हुआ है. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ അല്പസമയം കർത്താവിന് വേണ്ടി ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. और हमारे अंदर इच्छा भी है कि उन सब के बाद जो है थोड़ा सा समय हम परमेश्वर के लिए भी जिए करके. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. ऐसे लोग कभी भी परमेश्वर को खुश नहीं कर सकते. ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ പറ്റത്തില്ല, നമുക്ക് വേണ്ടി ജീവിക്കാൻ പറ്റില്ല. हमें वो परमेश्वर के लिए भी जी नहीं सकते, ना खुद के लिए जी पाएंगे. ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഇടയിൽ കിടന്ന് നമ്മൾ ജരുകി പോകുവാനിടയായി. और इन दोनों के बीच में हम बिल्कुल भी हमें सिकुड़ जाते हैं. പ്രിയപ്പെട്ടവരെ, നാം കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടിയുള്ള ജീവിതം അവസാനിപ്പിക്കണം. मेरे प्रिय, अगर हम परमेश्वर के लिए अपना जीवन को जीना चाहते हैं तो हमें खुद के लिए जीना बंद करना होगा. അപ്പൊ നമ്മൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ എന്റെ ഭാര്യ ആര് പോറ്റും, മക്കളെ ആര് പോറ്റും, ആര് പഠിപ്പിക്കും, എങ്ങനെ ജീവിക്കും, ആളെ ആര് കൊടുക്കും? अगर ऐसा है तो आप पूछेंगे कि मेरी पत्नी को कौन देखेगा, मेरी पत्नी को कौन देखेगा, मेरे परिवार को कौन देखेगा, मेरे जो भी पैसा कौन देगा करके आप पूछ सकते हो. എന്റെ കാര്യങ്ങൾ ഞാനല്ലാതെ വേറെ ആരെ നോക്കുന്ന? പാസ്റ്റർ നോക്കൂ. मेरा काम मेरे अलावा क्या आप देखेंगे, ये भी पूछ सकते हो आप. പ്രിയപ്പെട്ടവരെ, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. परंतु मैं कहना चाहूंगा मेरे प्रियो कि जिस परमेश्वर ने आपको बुलाया है वो विश्वास योग्य है. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുവാൻ കഴിവുള്ള ശക്തനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. हमें तुम्हारी सारी आवश्यकताओं को पूरे करने वाले परमेश्वर की उपासना आप लोग करते हो. 30 ലക്ഷം ജനങ്ങളെ 40 വർഷം ആഹാരം കൊടുത്തവനാണ് നമ്മുടെ ദൈവം. हमें 30 लाख लोगों को 40 साल खाना देने वाला परमेश्वर है वो. ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ വിചാരിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം പേർക്ക് ആഹാരം കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. अगर यहाँ के प्रधानमंत्री सोचे तो हो सकता है लगभग 1 लाख लोगों को वो खाना दे सकते हैं. ഈ എല്ലാവരും കൂടെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു നേരം അല്ലെങ്കിൽ 2 നേരം ആഹാരം കൊടുക്കാൻ പറ്റും. हो सकता है सब कुछ करने के बाद एक बार का या 2 बार का खाना दे सकते हैं. 30 ലക്ഷം ജനങ്ങൾക്ക് 40 വർഷം ആഹാരം കൊടുത്തു നമ്മുടെ ദൈവം. परंतु यहाँ पर हम देखते हैं कि हमारे परमेश्वर ने 30 लाख लोगों को 40 वर्ष तक खाना दिया. ആ ദൈവം ഇന്നും നമ്മുടെ ദൈവമാണ്. और वो परमेश्वर आज भी हमारा परमेश्वर है. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ വഴിയിൽ വിട്ടേച്ച് പോകത്തില്ല. जिस परमेश्वर ने हमें बुलाया है वो विश्वास योग्य है, वो हमें बीच में छोड़कर कभी भी नहीं जाएगा. നാം വിശ്വസ്തരായിരുന്നു കഴിഞ്ഞാൽ ദൈവവും വിശ്വസ്തനായി തന്നെ തുടരുവാനിടയായി തീരും. अगर हम विश्वास योग्य रहेंगे तो हमारा परमेश्वर भी विश्वास योग्य रहेगा. പൂനായിലെ സ്ലമ്മിലെ ഒരു സഭ നടത്തുന്ന ഒരു ദേവദാസനുണ്ട്, ജോർജ് എന്നാണ് പേര്. ഞാൻ അവിടെ പല പ്രാവശ്യം പോയി ശുശ്രൂഷിച്ചിട്ടുണ്ട്. मैं पुणे में एक स्लम में सेवकाई करने वाले पास्टर जॉर्ज थे, उनके पास में कई बार सेवकाई करने के लिए गया हूं. സ്ലം ഏരിയയിലുള്ള ഏകദേശം 400 പേര് അവിടെ വന്ന് ആരാധിക്കുന്നു. स्लम एरिया मतलब बहुत ही गरीबी एरिया से लगभग 400 लोग वहां पर आराधना करते हैं. വർഷങ്ങൾ
വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കേരളത്തിൽ നിന്നും സുവിശേഷവുമായിട്ട് മഹാരാഷ്ട്രയിൽ എത്തിയതാണ്. और सालों साल पहले वो केरला से आकर महाराष्ट्र में सुसमाचार सुनाने के लिए आए थे. കഴിക്കാനായിട്ടൊന്നുമില്ല, താമസിക്കുവാൻ സ്ഥലമില്ല, കയ്യിൽ പണമില്ല, എവിടെ പോകും, എന്ത് ചെയ്യും? കഴിയുന്നിടത്തോളം കയ്യിലുള്ള ട്രാക്സുകൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വിതരണം ചെയ്യും. खाने के लिए कुछ भी नहीं है, रहने के लिए जगह नहीं है, क्या करेंगे, पैसा कौन देगा? परंतु ये क्या करते थे, जो भी ट्रैक्स इनके पास था वो सब लोगों को जाकर बांटते थे. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ട്രാക്സ് കൊടുത്ത് വല്ലാതെ ക്ഷീണിച്ചു. പച്ചവെള്ളം പൈപ്പിൽ നിന്ന് കോരി കുടിച്ചു. हमें सुबह 9 बजे से लेकर 5 बजे तक वो ट्रैक्स बांटकर बहुत थक गए थे. और वो क्या करते, एक नल से वो थोड़ा सा पानी पीते हैं. ഒരു മരത്തിന്റെ തണലിൽ ഇങ്ങനെ ഇരുന്ന് വിശ്രമിക്കുകയാണ്. और एक पेड़ के छांव में वो विश्राम कर रहे हैं. അപ്പോൾ മനസ്സിനകത്ത് ഒരു ചിന്ത വന്നു. तब उनके मन के अंदर एक ऐसी बात आई നാട്ടിലെ കേരളത്തിലായിരുന്നപ്പോൾ അമ്മ എത്ര നല്ല മീൻകറിയാണ് ഉണ്ടാക്കി कि തന്നുകൊണ്ടിരുന്നത്. जब मैं अपने गांव में था मेरी मम्मी ने कितने अच्छा मछली का करी मुझे बना के दिया था. കുറച്ച് മത്സ്യത്തിന്റെ മീൻകറി കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. उन्होंने सोचा कि अगर थोड़ा सा भी अगर मुझे मछली का करी मिल जाता तो कितना अच्छा होता. അങ്ങനെ ഇരുന്ന് അവിടെ ഇരുന്നങ്ങ് ക്ഷീണിച്ച് മയങ്ങിപ്പോയി. और वो वहां पर थक कर वो सो गए. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം കേട്ടു, ടക്ക് എന്നുള്ളൊരു ശബ്ദം. और थोड़ी देर बाद एक टक एक आवाज उनको सुनाई दी. കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു അയില തന്റെ മുമ്പിൽ വന്നു കിടക്കുന്നു. हमें तब उन्होंने देखा कि एक फ्रेश, एक बिल्कुल अच्छा एक मछली उनके सामने पड़ा हुआ है. നോക്കിയപ്പോൾ ഒരു കാക്ക ഇങ്ങനെ പറന്നു പോകുന്നു. तब उन्होंने जब देखा तो देखा एक कौवा उड़ के जा रहा है. ദൈവം എത്ര വിശ്വസനീയനാണ്. हमारा परमेश्वर कितना विश्वास योग्य है. വലിയ ഒരു ഉത്സാഹവും ഉഷാറും എന്റെ ഉള്ളിലേക്ക് വന്ന് ആ മീനും എടുത്തോണ്ട് പോയി ഉള്ള ഉപ്പ് ഉള്ള മുളക് ഇട്ട് അത് കറി വെച്ച് കഴിച്ചു. उनके अंदर ये सब देखकर बहुत ही खुशी आई. उन्होंने वो मछली उठाया, जो भी नमक जो भी उनके पास था वो सब डालकर उन्होंने उसका करी बनाया. ദൈവം പോലും എന്നെ കാണുന്നില്ലയോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ദൈവം ഈ പ്രവർത്തിച്ചത്. हमें जब ये सोच रहा था कि क्या परमेश्वर ने मुझे नहीं देखता है करके, तब परमेश्वर ने अद्भुत कार्य करा. ആ ഒരൊറ്റ അനുഭവം മതിയായിരുന്നു കഴിഞ്ഞ 40 വർഷം അഹോരാത്രം അധ്വാനിക്കുക. हमें एक वो अनुभव काफी था कि उन्होंने 40 साल लगातार परमेश्वर के लिए परिश्रम किया. ഇന്ന് അദ്ദേഹം വളരെ ക്ഷീണിതനാണ്. 2 കിഡ്നിയും ഫെയിലായി. അദ്ദേഹം വളരെ പ്രയാസത്തിൽ കിടപ്പിലാണ്. आज के समय वो परमेश्वर के दास बहुत कमजोर हो चुके, दोनों किडनियां फेल हो चुकी और अभी वो बिस्तर में पड़े हुए हैं. നമ്മുടെ ഹൃദയത്തിലെ ചെറിയ ചിന്തകളെ പോലും അറിയുന്ന ഒരു നല്ല പിതാവ് നമുക്കുണ്ട്. मेरे प्रिय, हमारे हृदय के अंदर की छोटी सी इच्छा को भी जानने वाला परमेश्वर है हमारा परमेश्वर. ഇന്ന് പ്രാർത്ഥനയെ കുറിച്ച് ചില കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് ദൈവം കൃപ ചെയ്യട്ടെ. आज प्रार्थना के विषय में कुछ बातें मैं आप लोगों को बताना चाहता हूँ. ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം 1-ാം വാക്യം. हमें लूका सुसमाचार उसका 11 अध्याय उसका 11:1. हमें 11 का पहला वचन. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. वह किसी जगह प्रार्थना कर रहा था. जब वह प्रार्थना कर चुका तो उसके चेलों में से एक ने उससे कहा, हे प्रभु, जैसे यूहन्ना ने अपने चेलों को प्रार्थना करना सिखाया वैसे ही हमें भी तू सिखा दे. ഇവിടെ ശിഷ്യന്മാരെ ഡിമാൻഡ് ചെയ്യുന്നത്, ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു ആഗ്രഹമാണ്. यहाँ पर हम देख सकते हैं कि परमेश्वर के चेले जो हैं परमेश्वर से अपनी इच्छा को बताते हैं. यहाँ पे തങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. और वो परमेश्वर से विनती करते हैं कि हे परमेश्वर हमें प्रार्थना करना सिखा. അവരെന്തുകൊണ്ട് മറ്റു പല കാര്യങ്ങളും ചോദിക്കാമായിരുന്നു, എന്തുകൊണ്ട് ചോദിച്ചില്ല? I mean, क्यों उनके पास मांगने के लिए बहुत कुछ था परंतु उन्होंने वो सब क्यों नहीं मांगा? അത്ഭുതങ്ങളെ ചെയ്യുന്ന ട്രിക്ക് എങ്ങനെയാണെന്ന് പഠിപ്പിക്കണമേ എന്ന് ചോദിച്ചില്ല. अब उन्होंने ये नहीं पूछा कि अद्भुत कार्य कैसे करते हैं हमें सिखाओ करके. ആ ഭൂതങ്ങളൊക്കെ അലറി പോകുമ്പോഴുള്ള ആ അനുഭവം അതൊന്ന് പഠിപ്പിക്കണമേ എന്ന് ചോദിച്ചില്ല. हमें जब शैतान शरीर से निकल कर जाता है वैसे एक अनुभव भी हमें सिखा करके उन्होंने नहीं पूछा. അയ്യോ, ഏറ്റവും വലിയ ആ സമുദ്രത്തിന്റെ മുകളിലൂടെ നടക്കുന്ന ആ വിദ്യ അവന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നെങ്കിൽ എത്ര ഭയങ്കരമായിരുന്നു. हमें उन्होंने ऐसा नहीं कहा कि समुद्र के ऊपर चलना हमें सिखा करके. ഓ, മരിച്ച അടിഞ്ഞു കുളിഞ്ഞ ഡെഡ് ബോഡി ഒന്ന് സംസാരിച്ചപ്പോൾ തന്നെ ആ മരിച്ച മനുഷ്യൻ എഴുന്നേറ്റ് വന്നു. അങ്ങനെ ഒരു സിദ്ധി കിട്ടിയിരുന്നെങ്കിൽ. हमें उन्होंने ऐसा नहीं कहा कि जो मरकर सड़ गया उस शरीर को एक शब्द कहने से जिलाते हैं, वैसे एक अनुभव भी हमें सिखा करके. ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നും ശിഷ്യന്മാർ ചോദിച്ചില്ല. ऐसी कोई भी जरूरत उन्होंने परमेश्वर से नहीं मांगा, മറിച്ച് അവർ ചോദിച്ചത് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. परंतु उन्होंने यीशु मसीह से पूछा कि प्रभु हमें प्रार्थना करना सिखा. എങ്ങനെ ഇവർക്ക് മനസ്സിലായി
പ്രാർത്ഥനയ്ക്കകത്താണ് ഈ ശക്തിയെല്ലാം ഇരിക്കുന്നത്. मैं इनको कैसे समझ में आया कि प्रार्थना में ही ये सारी शक्तियां छिपी हुई है? കാരണം 3.5 വർഷം യേശുക്രിസ്തുവിന്റെ കൂടെ നടന്നപ്പോൾ ഒരു കാര്യം അവർക്ക് മനസ്സിലായി. क्योंकि वो जब 3.5 साल यीशु मसीह के संग संग चल रहे थे, तब उन्हें एक बात समझ में आ गया. ഈ നടക്കുന്ന അത്ഭുതങ്ങളുടെ എല്ലാം പിന്നിൽ വ്യാപരിക്കുന്നത് ഈ പ്രാർത്ഥനയാണ്. हमें ये जान गए कि अद्भुत कार्य के पीछे जो काम कर रहा है वो ये प्रार्थना है करके. യേശുക്രിസ്തു തനിയെ മലയിലേക്ക് കടന്നുപോയി അവിടെ രാത്രി മുഴുവനും പ്രാർത്ഥിക്കുന്നു. मेरा यीशु मसीह जो है पहाड़ में खुद चढ़कर रात भर प्रार्थना कर रहा है. നിർജ്ജന പ്രദേശത്ത് പോയി വനാന്തരങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നു. हमें निर्जीव हमें ऐसे देशों में जाकर वो हमें प्रार्थना कर रहा है. പല പ്രാവശ്യവും ഒലിവ് മലയുടെ മുകളിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നു. कई बार ओलिव पहाड़ के ऊपर चढ़कर अकेला प्रार्थना कर रहा है. ദീർഘനേരങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം രാവിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പുറപ്പെടുന്നു. घंटों घंटों रात भर प्रार्थना करने के बाद सुबह वो सेवा के लिए निकल जाते കടന്നു हैं. ചെല്ലുന്നിടത്തെല്ലാം മഹാത്ഭുതങ്ങൾ നടക്കുന്നു. जहाँ कहीं जाते हैं वहाँ पर अद्भुत कार्य होते रहते വീണ്ടും हैं. മടങ്ങി വന്ന് പ്രാർത്ഥിക്കുവാനായി കടന്നു പോകുന്നു. फिर से वापस लौटकर प्रार्थना करने के लिए चले जाते हैं. അവർക്ക് ആ സീക്രട്ട് മനസ്സിലായി. हमें वो उसका जो गुप्त बात वो समझ गए പ്രാർത്ഥനയാലാണ് ഈ ശക്തിയെല്ലാം സംഭരിക്കുന്നത്. कि प्रार्थना के द्वारा ही इनको ये शक्तियां मिल रही है. ഈ പ്രാർത്ഥിക്കുന്ന ആ ശക്തി നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ ഈ നടക്കുന്ന പ്രവൃത്തികളെല്ലാം നമുക്ക് ചെയ്യുവാൻ കഴിയും. ये प्रार्थना की शक्ति अगर हमारे ऊपर आती है तो ये जो भी अद्भुत कार्य हो रहा है वो हम भी कर सकते हैं. പ്രിയപ്പെട്ടവരെ, കൃപാവരങ്ങളൊക്കെ ചോദിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഒന്നാമതായിട്ട് വേണ്ടുന്നത് പ്രാർത്ഥനയുടെ വരമാണ്. मेरे प्रियो, वरदान सब पूछना अच्छी बात है, परंतु सबसे पहले हमें प्रार्थना कैसे करना है वो मांगना जरूरी है. ഞാൻ മിക്കവാറും വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, പ്രാർത്ഥനയുടെ വരം നീ എനിക്ക് നൽകണമേ. मैं आज भी परमेश्वर कई सालों से प्रार्थना करता हूँ कि परमेश्वर मुझे प्रार्थना का वरदान दो करके. പ്രാർത്ഥനയുടെ അഭിഷേകം എന്റെ മേൽ പകരണമേ. हे परमेश्वर, प्रार्थना का अभिषेक मेरे पर उंडेल. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. प्रार्थना की आत्मा से मुझे भर दे. ഞാൻ കടന്നു ചെല്ലുന്നിടത്തെല്ലാം ജനങ്ങൾ പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നിറയപ്പെടുവാൻ കൃപ ചെയ്യണം. जहाँ कहीं मैं जाऊँ वहाँ पर लोग प्रार्थना की आत्मा से भरने पाए. പ്രാർത്ഥിക്കുന്നവർ ഈ കാലഘട്ടത്തിൽ വളരെ मैं ചുരുങ്ങിയിരിക്കുന്നു. प्रार्थना करने वाले इस समय बहुत कम हो चुके हैं. പ്രസംഗിക്കുവാൻ ആഗ്രഹമുള്ളവർ കൂടിയിരിക്കുന്നു. प्रचार करने के लिए जिनके पास इच्छा है वो बहुत बढ़ चुके हैं. അത്ഭുതങ്ങളൊക്കെ ചെയ്യുവാൻ ഒത്തിരി വീരന്മാരെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. अद्भुत कार्य करने के लिए बहुत लोग आज निकल चुके हैं, ഇന്ന് പ്രാർത്ഥിക്കുവാനാണ് ജനങ്ങളില്ലാത്തത്. परंतु प्रार्थना करने वाले बहुत कम हो चुके हैं. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഓരോ ഗ്രാമങ്ങളിൽ നിന്നും പ്രാർത്ഥിക്കുന്നവർ എഴുന്നേക്കണം. हमें हर गांव में प्रार्थना करने वाले उठने पाए. ഓരോ വില്ലേജുകളിൽ നിന്നും പ്രാർത്ഥിക്കുന്നവർ എഴുന്നേക്കണം. हमें हर गांव से हमें प्रार्थना करने वाले उठने पाए. ഓരോ ജില്ലകളിൽ നിന്നും പ്രാർത്ഥിക്കുന്നവർ എഴുന്നേക്കണം. हर जिले में प्रार्थना करने वाले उठने ഓരോ पाए. സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും പ്രാർത്ഥിക്കുന്നവർ എഴുന്നേക്കണം. हर संस्था में हर एक राज्य में प्रार्थना करने वाले ഈ उठने पाए. ഭൂലോകം മുഴുവനും 5 വൻകരകളിൽ നിന്നും പ്രാർത്ഥിക്കുന്നവർ എഴുന്നേക്കണം. हमें इस पूरे ब्रह्मांड को के लिए प्रार्थना करने वाले लोग उठने पाए. പ്രാർത്ഥിക്കുന്ന ഒരു സൈന്യം എഴുന്നേറ്റ് കഴിയുമ്പോൾ प्रार्थना करने वाली अगर एक सेना उठ खड़ी होती ഈ है तो സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകൾ താഴേക്ക് വീഴുന്നത് നമ്മൾ കാണും. इस संसार की पूरी दुष्ट आत्माएं नीचे गिरते हुए हम देख सकते हैं. യേശുക്രിസ്തു പറഞ്ഞു, സാത്താൻ മിന്നല് പോലെ വീഴുന്നത് ഞാൻ കണ്ടു. यीशु मसीह ने कहा कि शैतान को एक बिजली के समान गिरते हुए मैंने देखा. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പാൻ പിശാച് വിറയ്ക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. प्रार्थना करने वालों के सामने शैतान हमें डगमगाते हुए हम देख सकते हैं. ഒരിക്കൽ ഒരു കഥ ഇങ്ങനെ ഞാൻ കേട്ടു. एक बार एक कहानी मैंने इस प्रकार सुना. ഒരു ദേശത്ത് एक देश में വളരെ പേടിച്ചു തൊണ്ടനായ പേടിച്ചു തൂറിയായ ഒരു ഭീരു ഉണ്ടായിരുന്നു. हमें एक बहुत एक डरपोक एक व्यक्ति था. എല്ലാവരും അവനെ പേടിപ്പിക്കും. हमें वो हर लोग उसको हमेशा डराते थे. കൊച്ചുപിള്ളേർ ഒരു ഠ എന്ന് വിളിക്കുമ്പോൾ ഇവൻ വിറയ്ക്കും. मैं छोटे बच्चे भी ढक करके जब बोलते थे तब वो डर जाते थे ഇവനങ്ങ് ജീവിതം നിരാശയായി. और बहुत ही ज्यादा निराशा में चला गया. എല്ലാവരും എന്നെ അങ്ങ് പേടിപ്പിക്കുക. वो कहने लगा कि सब लोग मुझे हमेशा डराते हैं. എന്തിനായി ഇങ്ങനെ ജീവിക്കുന്നത്? ऐसा जीवन मुझे क्यों जीना है? അങ്ങനെ സബ്ജി മേടിക്കുവാൻ വേണ്ടി മാർക്കറ്റിൽ നിൽക്കുമ്പോൾ उस समय एक बार सब्जी लेने के लिए जब वो मार्केट में खड़ा था, ആ ദേശത്തിലെ ഏറ്റവും വലിയ ഫയൽമാൻ ബലവാൻ ഇങ്ങനെ ആ മാർക്കറ്റിലൂടെ നടന്നു വരികയാണ്. अमन उस देश के सबसे बलवान व्यक्ति जो है उस मार्केट में उसके और चलते हुए आ रहा था. അവൻ വരുമ്പോൾ തന്നെ കടക്കാരും ആളുകളെല്ലാം ഇങ്ങനെ രണ്ട് വഴിയിലേക്ക് മാറി വണങ്ങി നിൽക്കുകയാണ്. अमन उसके आते ही लोग दोनों तरफ खड़े होकर उसके सामने दंडवत कर रहे थे. ഇത് കണ്ടപ്പോൾ ഈ ഭീരുവിനി പേടിച്ചു തുറിക്ക് ഒരു ഐഡിയ കിട്ടി.
हमें जब इसने ये देखा तो ये डरपोक व्यक्ति को एक आइडिया, एक सोच उसके मन में ഈ आया। മഹാമല്ലന്റെ പുറകെ ഓടി. उसने ये जो बलवान व्यक्ति के पीछे दौड़ लगाया എന്നിട്ട് അയാളോട് ഒരു അപേക്ഷ അപേക്ഷിച്ചു. और उसके पास जाकर एक विनती उसने करी। തന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എല്ലാവരും എന്നെ പേടിപ്പിക്കുക. उसने अपनी अवस्थाएं उसको बताई और कहा कि सब लोग मुझे डराते हैं, പക്ഷേ നിന്നെ കണ്ടപ്പോൾ എല്ലാവരും പേടിച്ച് വിറയ്ക്കുന്നത് ഞാൻ കണ്ടു. परंतु जब लोगों ने तुझे देखा तब सब डरने लगे करके मैंने भी देखा। അതുകൊണ്ട് നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. इसलिए तुझे मेरे लिए एक उपकार करना है ഇന്ന് മുതൽ നിന്റെ കൂടെ നടക്കാൻ ഉള്ള ഒരു കൃപ എന്നോട് കാണിക്കണം. कि आज से मैं तुम्हारे साथ चलना चाहता हूँ, ऐसी एक इच्छा मैं रखता हूँ। നിന്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുത്തരും എന്നെ എന്ത് ചെയ്തില്ല, പേടിപ്പിക്കില്ല. अगर मैं तुम्हारे साथ चलूंगा तो कोई भी मुझे अब से नहीं डराएगा। മല്ലന് ഭയങ്കര സന്തോഷമായി, നീ കൂടിക്കൊള്ളാൻ പറഞ്ഞു. तो बलवान को बहुत ही खुशी, उसने कहा कि हाँ चलो तुम मेरे साथ। അങ്ങനെ മല്ലന്റെ കൂടെ വലിയ ജയാളിയായിട്ട് മല്ലൻ പോകുന്നിടത്തെല്ലാം ഇങ്ങനെ നടക്കുകയാണ്. तब ये जो बलवान के पीछे पीछे ये व्यक्ति बहुत ही उसको कुछ मिल गया करके वो ऐसे पीछे चल रहा है। കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ മഹാമല്ലൻ ഇങ്ങനെ കടന്ന് വിറയ്ക്കുന്നു, പേടിച്ചു വിറയ്ക്കുന്നു. उसके बाद कई दिनों बाद जब वो सुबह उठ के जब उस व्यक्ति ने देखा तो देखा कि वो बलवान व्यक्ति वहां पर जो है थरथरा रहा है। അപ്പോൾ ഈ വീരു ഇങ്ങനെ ചിന്തിച്ചു, ആരാണ് എല്ലാവരും ഇവനെ കണ്ട് പേടിക്കുക, ഇവൻ ആരെ കണ്ട ഇങ്ങനെ കടന്ന് പേടിക്കുന്നു. तब डरपोक ने सोचा कि सब लोग इस बलवान से डरते हैं, पर ये बलवान किसको देख के डर रहा है। പാതുപാത എന്ന് ജനലിലൂടെ പതുക്കനെ നോക്കുമ്പോൾ ഒരു പിശാച് അവിടെ നിൽക്കുകയാണ്. तब वो जरा सा झांक कर देखता है तो एक शैतान वहां पर खड़ा हुआ था പിശാചിന്റെ മുമ്പിൽ ഇവൻ കടന്ന് ഇങ്ങനെ വിറയ്ക്കുക. और इस शैतान के सामने ये बलवान व्यक्ति ऐसे थरथरा रहा है। അപ്പോൾ ഈ വീരുവിന് മനസ്സിലായി ഇവന്റെ കൂടെ നടന്നിട്ട് ഇനി കാര്യമില്ല. तब इस डरपोक व्यक्ति को समझ में आया कि इस बलवान के साथ चलने से कोई फायदा नहीं है പിശാചിന്റെ കൂടെ കൂടി. और वो शैतान के साथ चला गया। പിശാച് പറഞ്ഞു, വെൽക്കം വെൽക്കം. तब शैतान ने कहा कि आओ तुम्हारा स्वागत है നീ करके। ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ, ലോകത്തിലുള്ളവരെല്ലാവരും എന്റെ മുമ്പിൽ വിറയ്ക്കുന്നത്. उस शैतान ने कहा कि ये तो कुछ भी नहीं है, सारी दुनिया मेरे सामने थरथराती है। ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, ഈ പിശാച് എല്ലാവരെയും വിറപ്പിക്കുകയാണ്. दिन बीत गए, साल बीत गए, शैतान सबको डराते हुए आगे जा रहा है। ഒരു വൈകുന്നേരം സമയം ഒരു പാടത്ത് കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. एक शाम के समय एक राह की ओर जब वो चल के जा रहे थे, ശൈത്താൻ വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്, ഇയാൾ പുറകെ പോവുകയാണ്. शैतान बहुत तेजी से आगे जा रहा है और ये जो डरपोक व्यक्ति पीछे पीछे चल रहा है। അങ്ങ് ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ ഈ മഹാഭീരുവായ വ്യക്തി കണ്ടു, ഈ പിശാച് കടന്ന് ഇങ്ങനെ ഇല പോലെ കടന്ന് വിറയ്ക്കുന്നു. तब इस डरपोक व्यक्ति ने जब देखा तो उसने ये देखा कि वो शैतान जो है एक पत्ते के समान वहां पर हिल रहा ഈ है। മനുഷ്യന് വലിയ അത്ഭുതമായി പോയി, ആരെ കണ്ടാണ് ഇവൻ ഇത്രയും വിറയ്ക്കുന്നത്. तो इस व्यक्ति ने सोचा कि किससे ये शैतान इतना डर रहा है। ലോകത്തിലുള്ള സകലരെയും ഇവൻ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. अब उस डरपोक ने कहा कि शैतान दुनिया के सारे लोगों को डरा रहा था। ഇവനെ വിറപ്പിക്കുന്ന വ്യക്തി എത്ര വലിയ ശക്തനായിരിക്കും. इसको डराने वाला व्यक्ति कितना शक्तिशाली होगा। അവൻ അതിവേഗത്തിൽ ഓടിച്ചെന്ന് പമ്മി നോക്കുമ്പോൾ जब वो बहुत तेज से दौड़कर जब वो झांक कर देखता है, ഒരു മരത്തിന്റെ കീഴിൽ ഒരു ചെറിയ ചാക്കിനകത്തെ ഒരു മെലിഞ്ഞ മനുഷ്യനിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. आमेन हालेलुया, एक पेड़ के नीचे एक 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 चटाई बिछाकर एक छोटा सा व्यक्ति जो वहां पर प्रार्थना कर रहा है। വളരെ കറുത്തിരുണ്ട് മെലിഞ്ഞ ഒരു സാധുവായ മനുഷ്യൻ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുക. बहुत ही कमजोर सुकड़ा एक व्यक्ति वहां पर घुटने टेक कर प्रार्थना कर रहा है। അദ്ദേഹം ആത്മാവിൽ നിറഞ്ഞു പറയുകയാണ്, ദുഷ്ട പിശാചേ, ഞാൻ നിന്റെ തലയെ ചവിട്ടുന്നു. तब वो आत्मा में प्रार्थना कर रहा था कि हे शैतान, मैं तेरे सिर को कुचल रहा हूं ആ करके। ചവിട്ടുന്നു എന്ന് പറയുമ്പോൾ തലവേദന കൊണ്ട് ഇങ്ങനെ കറങ്ങുകയാണ്. अब जैसे वो कुचलता हूं करके कहता है तब शैतान का सर वहां पर फट रहा था। ദുഷ്ട പിശാചേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ അടിക്കുന്നു. हे शैतान, यीशु मसीह के नाम से मैं तुझे मारता हूं। യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ ചവിട്ടുന്നു. यीशु मसीह के नाम से मैं तुझे कुचल देता हूं। യേശുവിന്റെ നാമത്തിൽ നിന്റെ ശക്തിയെ ഞാൻ തകർക്കുന്നു. यीशु मसीह के नाम से तेरी शक्ति को मैं खत्म कर देता हूं। അടിയും ഇടിയും എല്ലാം കൊണ്ട് ഇങ്ങനെ കടന്ന് പടയ്ക്കുകയാണ്. अब ये मार सब खाने से शैतान वहां पर बिल्कुल थरथरा रहा था। എന്നിട്ട് ആ ദേവദാസ്, ആ ഭക്തൻ പ്രാർത്ഥനയിൽ ഇങ്ങനെ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ഈ ദേശം വിട്ടു പോകാൻ പറഞ്ഞു. उस भक्त व्यक्ति प्रार्थना में इस प्रकार बोलता है कि यीशु मसीह के नाम से मैं आज्ञा देता हूं, ये जगह को छोड़कर चले जा। ഇത് പറഞ്ഞ മാത്രയിൽ പിശാചി മിന്നായം പോലെ പാഞ്ഞു പോയി. अब ये बोलते ही शैतान वहां से दौड़ लगाकर भाग गया। ഈ ഭീരുവായ മനുഷ്യൻ ഇങ്ങനെ കുത്തി നിൽക്കുകയാണ്. अब ये डरपोक व्यक्ति ऐसा उसको देखकर खड़ा हुआ है। ഇത്ര വലിയ പിശാച് ഇവന്റെ മുമ്പിൽ വറച്ചുവെങ്കിൽ ഇവൻ എത്ര വലിയ ശക്തനായിരിക്കും. अब इतना बड़ा शैतान अगर इसके सामने डर कर भाग गया तो ये कमजोर सा व्यक्ति कितना शक्तिशाली होगा। എന്തായാലും സാരമില്ല, പേടിച്ചു തൂറി പിശാച് പോട്ടെ,
ഇയാളുടെ കൂടെ കൂടാം. उसने कहा कि चलो शैतान को जाने दो, इस प्रार्थना करने वाले व्यक्ति के साथ मैं जुड़ जाऊंगा। പ്രാർത്ഥന തീരുന്നത് വരെയും അവിടെ നിന്നു. वो प्रार्थना खत्म होने तक वो डरपोक व्यक्ति वहां खड़ा रहा। അവസാനം അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. उसके बाद वो उस प्रार्थना करने वाले व्यक्ति के पास जाकर अपनी सारी अवस्थाएं बताता है പ്രാർത്ഥിക്കുന്നവന്റെ കൂടെയായി അന്ന് മുതൽ യാത്ര. और उस दिन से वो प्रार्थना करने वाले के साथ चला गया। പ്രാർത്ഥിക്കുന്നവൻ വർഷങ്ങൾ പലത് കഴിഞ്ഞു, ദിവസങ്ങൾ പലത് കഴിഞ്ഞു, പക്ഷേ പ്രാർത്ഥിക്കുന്നവൻ ആരുടെയും മുമ്പിൽ വരച്ച് കണ്ടിട്ടില്ല. हमें सालों साल बीत गए, हमें ऐसे समय जाते जा रहा है, उसने आज तक प्रार्थना करने वाले को किसी से भी डरते हुए नहीं देखा। പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ ശക്തി എത്ര വലുതാണെന്ന് നിങ്ങൾ അറിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. मेरे प्रियो, प्रार्थना की शक्ति कितनी बड़ी है ये आप समझ चुके हैं, मैं समझ रहा हूं। ായിരിക്കാം, നിങ്ങൾ സാധാരണക്കാരായിരിക്കാം, കൂലിവേല ചെയ്യുന്നവരായിരിക്കാം, പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ദേശത്തുള്ള പിശാച് നിങ്ങളെ കണ്ട് വിറയ്ക്കുവാനിടയായി തീരും. हो सकता हो आप अनपढ़ व्यक्ति हो, छोटा छोटा काम करने वाले व्यक्ति हो, परंतु अगर आप प्रार्थना करते हो तो सारे शैतान आपको देखकर डर के भाग जाएगा। നമ്മൾ പണ്ട് മുതൽ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, മോർ പ്രേയർ മോർ. हम पहले से सुनते हुए आ रहे हैं कि और प्रार्थना बहुत शक्ति करके, लेस प्रेयर लेस, कम प्रार्थना कम शक्ति। नो प्रेयर, अगर बिल्कुल भी प्रार्थना नहीं है तो बिल्कुल भी शक्ति नहीं है। അപ്പം if we need more power we should pray more. अगर आपको शक्ति की जरूरत है तो आपको प्रार्थना करना बहुत जरूरी है। ഒരു ദിവസം മുഴുവനും ഇരുന്ന് നമുക്ക് ബൈബിൾ വായിക്കാൻ കഴിയും. एक दिन पूरा बैठकर हम परमेश्वर के पवित्र शास्त्र को पढ़ सकते हैं। ഒരു ദിവസം മുഴുവനും നിന്നിട്ട് പ്രസംഗിക്കാൻ പറ്റും. हो सकता है एक दिन पूरा खड़े होकर हम प्रचार भी कर सकते हैं। ഒരു മണിക്കൂർ പ്രാർത്ഥിക്കാൻ അത്ര ഈസി അല്ല. परंतु 1 घंटा प्रार्थना करना बिल्कुल भी आसान नहीं है। എന്നാൽ ആത്മാവ് നമ്മളിൽ വ്യാപരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 10 മണിക്കൂർ 10 മിനിറ്റ് പോലെ തോന്നും. परंतु जब पवित्र आत्मा जब हमारे ऊपर उतरेगी 10 घंटे की प्रार्थना भी हमें 10 मिनट की लगेगी। ചില സഹോദരിമാര് തീരുമാനമെടുക്കും, ഇന്ന് ഞാൻ 1 മണിക്കൂർ പ്രാർത്ഥിക്കും. कई बहनें इस प्रकार एक निर्णय ले कि आज से मैं 1 घंटा प्रार्थना करूंगी। 8 മുതൽ 9 മണി വരെ, 8 बजे से लेकर 9 बजे तक അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങും. हम प्रार्थना करना शुरू करते हैं। അപ്പം അവരുടെ ഉള്ളിൽ ആരോ പറയുന്നു 1 മണിക്കൂർ കൂടുതലായി കാണും. तब उनके मन में कोई कहता है कि 1 घंटे से ज्यादा हो चुका है। ഇന്ന് കൂടുതൽ പ്രാർത്ഥിച്ചു. तब वो बहन कहेगी कि आज मैंने ज्यादा प्रार्थना कर लिया। കണ്ണു തുറന്ന് നോക്കുമ്പോൾ 7 മിനിറ്റേ ആയിട്ടുള്ളൂ. जब आंख खोलकर देखो तो सिर्फ 7 मिनट बीते हैं। ഇങ്ങനെ ദീർഘിച്ചു പോകുന്നതായിട്ട് തോന്നും. और उनको बहुत लंबा लगता है ये सब, കാരണം അത് ജഡത്തിൽ നിന്നുള്ള പ്രാർത്ഥന क्योंकि ആയതുകൊണ്ട്. वो शरीर से प्रार्थना करते हैं। നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. इसलिए हमें आत्मा में प्रार्थना करना बहुत जरूरी है। പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കർത്താവിനോട് പറയണം, കർത്താവേ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. अगर प्रार्थना करना आपसे नहीं हो रहा है तो परमेश्वर से विनती करना है कि परमेश्वर मैं प्रार्थना नहीं कर पा रहा। ഒരു കൃപകൾ ഒരു വരങ്ങളും എനിക്ക് ലഭിച്ചില്ലെങ്കിലും പ്രാർത്ഥിക്കുവാനുള്ള വരം നീ എനിക്ക് തരണം. अगर मुझे कोई वरदान मिले ना मिले, परंतु प्रार्थना करने का वरदान मुझे बहुत जरूरी है। ആ ആത്മാവ് നിങ്ങളുടെ മേൽ ദൈവം തരിക തന്നെ ചെയ്യും. और वो आत्मा परमेश्वर आपके ऊपर जरूर देगा। നിരന്തരമായി നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയേ. आप निरंतर एक बार मांग कर देखो परमेश्वर से। പ്രസംഗിക്കുന്നവനെ ലോകം മുഴുവനും അറിയപ്പെടും. प्रचार करने वाले को पूरा संसार जान लेगा। പ്രാർത്ഥിക്കുന്നവരെ ആരും തിരിച്ചറിയുന്നില്ല. प्रार्थना करने वाले कोई भी नहीं पहचानता। എന്നാൽ പ്രാർത്ഥിക്കുന്നവരുടെ ശക്തിയാലാണ് ഇന്ന് ലോകത്തിൽ പലതും നടക്കുന്നത്. परंतु प्रार्थना करने वालों की शक्ति के कारण ही आज इस दुनिया में बहुत कुछ हो रहा है। ഒരു ലോകപ്രശസ്തനായ ഒരു ദൈവദാസൻ एक मशहूर परमेश्वर का दास ഒരു ദർശനം ഇങ്ങനെ കണ്ടു. एक दर्शन इस प्रकार देखा। അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ സ്വർഗം തുറന്ന് ഒരു കിരീടം തന്റെ നേരെ വരുന്നു. अब जब वो प्रार्थना कर रहा था तो इस प्रकार देखा कि स्वर्ग खुलकर एक मुकुट वहां से नीचे आ रहा ആ है। കിരീടം എന്ന് പറയുന്നത് വെട്ടിത്തിളങ്ങുന്ന അതിമനോഹരമായ ഒരു കിരീടം. और वो जो मुकुट है बहुत ही चमकने वाला, बहुत ही सुंदर एक मुकुट था। അദ്ദേഹം ലോകം മുഴുവനും അറിയപ്പെടുന്ന സുവിശേഷകനാണ്. वो पूरे दुनिया में मशहूर एक परमेश्वर का दास है। അനേകായിരം ജനങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. हजारों लोग उद्धार प्राप्त किए उसके द्वारा। അവസാനം ദൈവമേ നീ എന്നെ ആദരിക്കുന്നുവല്ലോ എന്നോർത്ത് ഇങ്ങനെ മുട്ടുകുത്തി ആ കിരീടം തലയിൽ വരാൻ വേണ്ടി ഇരിക്കുകയാണ്. उसके बाद वो सोचता है कि परमेश्वर आखिरकार आप मुझे आदर देने के लिए वो मुकुट नीचे उतार रहे हो, और वो इंतजार कर रहा था कि कब वो मुकुट उसके सिर पे आके गिरेगा। വീണ്ടും കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആ കിരീടം തന്റെ നേരെ തന്നെയാണ് വരുന്നത്. फिर से जब आंख खोलकर देखा तो मुकुट उसी के पास आ रहा है। കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ ആ
കിരീടം തന്റെ അടുത്ത് വന്നിട്ട് വേറൊരു വഴിക്കോട്ട് പോവുകയാണ്. थोड़ी देर बाद जब उसने देखा तो मुकुट उसके पास आकर किसी और रास्ते में चला गया അദ്ദേഹം വളരെ വല്ലാതെ ചിന്താകുലനായി. और बहुत ही ज्यादा निराश हो गया वो എന്നെ പോലെ ഒരാൾക്കല്ലാതെ വേറെ ആർക്കാണ് ഈ കിരീടത്തിന് कि യോഗ്യത? मुझसे बढ़कर कौन है इस मुकुट के योग्य। ആ കിരീടം ഇങ്ങനെ പോവുകയാണ്. തനിക്കറിയാവുന്ന ഗ്രാമമാണ്. आमीन। वो जो मुकुट है वो कहीं और जा रहा है और वो जिस गांव में जा रहा है बहुत ही अच्छे से ये व्यक्ति जानता है। ആ വയലിനോട് ചേർന്ന് ഒരു ചെറിയ കുടിലുണ്ട്. आमीन। उस गांव में एक छोटा सा एक घर था ആ കുടിലിനെ ലക്ഷ്യമാക്കിയാണ് ഈ കിരീടം പോകുന്നത്. और ये जो मुकुट है उस छोटे से घर की ओर जा ആ रहा था കുടിലിനകത്ത് പ്രായമായ വയോധികയായ ഒരു സ്ത്രീ ഉണ്ട്. और उस छोटे से घर के अंदर एक बहुत ही बुजुर्ग एक स्त्री रहती थी ആ അമ്മച്ചിയുടെ തലയിലാണ് കിരീടം വന്ന് ഇവർക്ക് വീണത്. और ये मुकुट जो है उस माता के सिर के ऊपर आके गिर गया ആ സ്ത്രീ ആരും അറിയുന്ന ഒരു സ്ത്രീയല്ല. और वो स्त्री को कोई भी नहीं जानता है। ആ സഭയിലെ ഏറ്റവും താണ ഒരു സ്ത്രീയാണ് ആ സഭ. आमीन। उस स्त्री में सबसे छोटी एक स्त्री है वो बुजुर्ग स्त्री। സഭയിൽ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല, ഒരു സാക്ഷ്യം പറഞ്ഞിട്ടില്ല. आमीन। कलीसिया में आज तक उन्होंने ना प्रार्थना किया है ना गवाही दी है। പലപ്പോഴും തന്നെ കാണാൻ വേണ്ടി ആ അമ്മച്ചി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ തിരക്ക് കാരണം കാണാൻ പറ്റിയിട്ടില്ല. कई बार इस परमेश्वर के दास को वो स्त्री ने देखने की इच्छा तो रखी थी पर वो बहुत बिजी होने के कारण आज तक नहीं मिल पाई थी। മഹാനായ ദൈവദാസൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ എനിക്കല്ലേ അത് ലഭിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഈ സ്ത്രീക്ക് അത് കൊടുത്തത്? उस समय ये महान परमेश्वर दास परमेश्वर इस प्रकार पूछता है कि मुझे ये मुकुट मिलना था पर उस स्त्री को क्यों मिल रहा है ഞാൻ करके। പറയുന്ന കാര്യം കേട്ടിട്ട് നീ പറ, ഇതിന് ആരാണ് യോഗ്യതയെന്ന്. तब परमेश्वर उस महान दास से कहा कि मैं जो बात तुम्हें बताऊंगा वो समझकर बताओ कि कौन है इस मुकुट के योग्य। ഈ സ്ത്രീ നിന്റെ എവിടെയൊക്കെ പ്രോഗ്രാമുകൾ ഉണ്ടോ അതെല്ലാം പലരോടും ചോദിച്ച് മനസ്സിലാക്കി ആ സമയം ഗ്രഹിക്കും. अमीन। ये स्त्री जो है जहां कहीं तुम सेवक के लिए जाते थे वो समय समझकर उनसे वहां पर आती थी वो। നിനക്ക് ശുശ്രൂഷയുള്ള ദിവസങ്ങളിലെല്ലാം ഈ സ്ത്രീ ഉപവസിച്ച് ദൈവസന്നിധിയിൽ കരയുകയാണ്, പ്രാർത്ഥിക്കുക. जब जब तुम्हें सेवक के लिए जाना था वो पूरा दिन बैठकर उपवास और प्रार्थना तुम्हारे लिए करती थी കർത്താവേ നിന്റെ ദാസനെ കരങ്ങളിൽ എടുക്കണം, ദൈവമേ നീ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. कि हे परमेश्वर आपके इस अभिषिक्त दास को आप अच्छे से इस्तेमाल करना करके प्रार्थना करती थी। നീ ശുശ്രൂഷിക്കുന്നിടത്തെല്ലാം ജനങ്ങൾ വിടുവിക്കപ്പെടുവാൻ ഈ സാധു സ്ത്രീ കരഞ്ഞ് പ്രാർത്ഥിക്കുക. हमें तुम जहां कहीं सेवक करते थे वहां पर अद्भुत कार्य होने के लिए ये छोटी सी बुजुर्ग स्त्री तुम्हारे लिए प्रार्थना करती थी। നീ പറഞ്ഞല്ലോ നിനക്കല്ലാതെ ആർക്കാണ് ഈ കിരീടം കിട്ടാൻ യോഗ്യതയെന്ന്. हमें तुमने पूछा मुझसे कि हमें तुमसे बढ़कर कौन है इस मुकुट के योग्य। നിന്നെ ഞാൻ ഉപയോഗിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ സ്ത്രീയുടെ കണ്ണുനീര് കണ്ടിട്ടാണ് ഞാൻ നിന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. तब परमेश्वर उस महान परमेश्वर के दास से कहता है कि मैंने तुम्हें इस्तेमाल क्यों करा है। अब ये तुम्हें मैं बताता हूँ क्योंकि ये छोटी स्त्री प्रार्थना करती थी इसलिए मैंने तुम्हारा इस्तेमाल किया है। ഈ സ്ത്രീയുടെ മുഖം ആദരിച്ചിട്ടാണ് ഞാൻ നിന്നെ പല സ്റ്റേജുകളിലും ഉപയോഗിച്ചത്. इस स्त्री के प्रार्थना को आदर करने के लिए मैंने तुम्हें अलग अलग राज्यों में इस्तेमाल किया। ഇനി നീ പറ, ഈ കിരീടത്തിന് യോഗ്യത ആർക്കാണ്? अब तुम बताओ कि इस मुकुट के योग्य कौन है। പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവരെ ലോകം ആരും അറിയത്തില്ല. मेरे प्रिय लोगों, प्रार्थना करने वाले को प्रार्थना करने वाले को कोई भी नहीं जानता होगा പ്രാർത്ഥിക്കുന്നവരെ ദൈവം മാത്രമാണ് കാണുന്നത്. परंतु प्रार्थना करने वाले को सिर्फ और सिर्फ परमेश्वर ही देखता है। ഇന്നൊരു തീരുമാനം എടുക്കുക, ദൈവത്തിന് കൊടുക്കേണ്ടുന്ന സമയം ഞാൻ ഒരിക്കലും ടെലിവിഷന് കൊടുക്കത്തില്ല. आज आप एक निर्णय ले कि जो समय मुझे परमेश्वर को देना है वो मैं टीवी देखने लिए कभी नहीं निकालूंगा। ദൈവത്തിന് കൊടുക്കേണ്ടുന്ന സമയം ഞാൻ ഒരിക്കലും മൊബൈലിന് കൊടുക്കത്തില്ല. जो समय मुझे परमेश्वर को देना है वो कभी मैं मोबाइल में व्यर्थ नहीं करूंगा। രണ്ട് കണ്ണുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ കണ്ണ് പൊട്ടനായിട്ട് സ്വർഗത്തിൽ പോകുന്നത് നല്ലതെന്ന് കർത്താവ് പറഞ്ഞു. परमेश्वर इस प्रकार कहा कि दो आंखों के साथ नरक में जाने से बेहतर है अंधे होकर स्वर्ग में जाना। ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ കർത്താവ് പറഞ്ഞതിന് രണ്ട് മൊബൈൽ ഉള്ളവനായിട്ട് നീ നരകത്തിൽ പോകുന്നതിനേക്കാൾ മൊബൈൽ ഒന്നുമില്ലാതെ നീ സ്വർഗത്തിൽ കിടക്കുന്നത് നല്ലതെന്ന്. अगर आज का समय होता तो परमेश्वर इस प्रकार कहता है कि दो मोबाइल के साथ नरक में जाने से बेहतर है बिना मोबाइल की तुम स्वर्ग में जाओ करके। വഞ്ചിക്കപ്പെടരുത്, ചതിക്കപ്പെടരുത്. आप कभी भी धोखे में नहीं जाना। യുകെയിലെ ഒരു വലിയ സർക്കസ് നടക്കുകയാണ്. यूके में एक बहुत बड़ा सर्कस चल रहा था। അതൊരു പ്രത്യേകമായ ഒരു വൈൽഡ് സർക്കസ് ആണ്. वो बहुत ही खतरनाक एक वाइल्ड सर्कस था। അതായത് വൈൽഡ് അനിമലിനെ ട്രെയിൻ ചെയ്ത് അതുമായിട്ടുള്ള ഗുസ്തി ഈ സർക്കസിൽ പ്രധാനം. इस सर्कस के अंदर जंगली जानवरों को ट्रेन कर कर वो वहां पर खेल दिखाते थे। സിംഹവുമായിട്ടുള്ള മൽപിടുത്തം, ടൈഗറുമായിട്ടുള്ള മൽപിടുത്തം, ചീറ്റയുമായിട്ടുള്ള മൽപിടുത്തം. हमें इस सर्कस के अंदर वो शेर के साथ लड़ाई, चीता के साथ लड़ाई, भाग के साथ लड़ाई, ऐसे लड़ाइयों को दिखाते थे। അടുത്ത മത്സരം ഇനമെന്ന് പറയുന്നത് പൈതണുമായിട്ടുള്ള മല്ലയുദ്ധമാണ്. हमें अगला जो प्रतियोगिता है वो सांप के साथ एक लड़ाई है। ഉടനെ പെട്ടെന്ന് ലൈറ്റ് എല്ലാം ഡിമ്മായി
പുറകിൽ നിന്നുള്ള കർട്ടൻ മാറി നോക്കിയപ്പോൾ നിബിഡമായ ഒരു വനത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് പ്രത്യക്ഷപ്പെട്ടു. उसके बाद लाइट सब थोड़ा कम हुआ, कर्टन जब हटा तब देखा तो पीछे जो है एक पूरा वन का एक फोटो वहां पर लगा हुआ है करके. അദ്ദേഹം താൻ മത്സരിക്കുവാൻ യുദ്ധം ചെയ്യാൻ പോകുന്ന ആ വലിയ പാമ്പിനെ കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങി. और वो जो व्यक्ति जिस सांप से वो मल्लयुद्ध करने जा रहा था उसके बारे में लोगों को बताता है. ഈ മഹാസർപ്പം എനിക്ക് മകനെ പോലെയാണ്. और उस व्यक्ति ने कहा कि ये सांप जो है मुझे एक बेटे के समान है. ഇതിനെ പ്രസവിച്ച് അതിന്റെ അമ്മ അപകടത്തിൽ മരിച്ചു. 3.5 അടി നീളമുള്ള കൊച്ചു കുഞ്ഞിനെ ഞാൻ കരങ്ങളിലെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. आमीन. जिस माता ने इसको गर्भ दिया था वो मर गई थी और जब से वो छोटा था तब से ही मैं उसको अपने घर लेकर आ गया. ഞാൻ ഇതിനെ വേണ്ടുന്ന ഭക്ഷണങ്ങളെല്ലാം കൊടുത്ത് എന്റെ മകനെ പോലെ ഞാൻ ഇതിനെ വളർത്തി. और उसको जो कुछ खाना जरूरत था वो सब देकर मैंने ही इस सांप को बड़ा किया है. ഇപ്പോൾ വളർന്ന് ഇത് 35 അടി നീളമുള്ള ഒരു വലിയ അനക്കൊണ്ടയായി മാറിയിരിക്കുകയാണ്. और अभी ये सांप जो है एक बहुत बड़ा एनाकोंडा के समान बन चुका है. പെട്ടെന്ന് അതിവേഗത്തിൽ ഈ പാമ്പ് ചീറ്റിക്കൊണ്ട് സ്റ്റേജിലേക്ക് വന്നു. और ये सांप जो बहुत तेजी से जो है इस स्टेज में आता है. പാമ്പുമായിട്ട് യുദ്ധം ആരംഭിച്ചു, മല്ലയുദ്ധം और ആരംഭിച്ചു. ये व्यक्ति सांप के साथ मल्लयुद्ध करना शुरू करता है. പാമ്പ് ഇദ്ദേഹത്തെ ചുരുട്ടി വലിച്ചെറിയും. ഇദ്ദേഹം 2 കാലിൽ വന്ന് നിൽക്കും. എന്നിട്ട് ഈ പാമ്പിനെ ഈ മനുഷ്യൻ ആകാവുന്ന രീതിയിലൊക്കെ വളയ്ക്കാൻ വേണ്ടി തോന്നും. और ये सांप इसके पास आता, इसको पूरा जो है आमीन जो पूरा उठा के फेंक देता. फिर ये व्यक्ति खड़ा होता और इस सांप से मल्लयुद्ध करने की कोशिश करता. ഈ രംഗം ആദ്യമായിട്ടാണ് ജനങ്ങൾ ഈ സർക്കസിൽ കാണുന്നത്. और ये लोग जो है पहली बार सर्कस में इस मल्लयुद्ध को देखते ഈ हैं. പാമ്പ് ചുരുട്ടി എത്ര ഉയരത്തിൽ എറിഞ്ഞാലും വളരെ അഭ്യാസത്തോടെ അദ്ദേഹം സ്റ്റാൻഡ് ആയിട്ട് വന്ന് നിൽക്കും. आमीन. ये सांप कितना भी ऊंचा इस व्यक्ति को फेंक दे वो व्यक्ति बहुत जल्दी से वापस खड़ा हो जाता ഈ है. പാമ്പ് ഇദ്ദേഹത്തെ വീണ്ടും വരിയാൻ വേണ്ടി തുടങ്ങി. और फिर से इस सांप ने उसके चारों ओर आमीन उसको बांधना शुरू कर दिया ഇയാളെ വലിച്ചെറിയുന്നില്ല. और उसको फेंक दिया. ഈ പാമ്പ് ഇയാളെ വലിഞ്ഞ് ശരിക്കും മുറുക്കാൻ വേണ്ടി തുടങ്ങി. और वापस ये सांप जो बहुत ही कठिन तरीके से इसको बांधना शुरू करता है. ഇയാളെ വാവിട്ട് നിലവിളിച്ച് അലറിക്കരയാൻ വേണ്ടി തുടങ്ങി. और इसको आमीन ये जो व्यक्ति बहुत तेज चिल्लाने लगा वहां पे. ആളുകൾ വിചാരിച്ചു ഇതൊരു മത്സരത്തിന്റെ ഒരു ഭാഗമായിരിക്കുമെന്ന്. आमीन. लोगों ने सोचा कि ये खेल का एक भाग है करके. അവരെല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. और ये लोग जो भी देख रहे थे ताली बजाकर उसका प्रोत्साहन कर रहे हैं. പെട്ടെന്ന് അയാളുടെ കരച്ചിൽ നിന്നു, ശരീരം നിശ്ചലമായി. और बहुत जल्दी से उस व्यक्ति की आवाज बंद हो गई और उसका शरीर बिल्कुल भी नहीं हिल रहा ആ था. പെരുമ്പാമ്പ് വാ തുറന്ന് ഈ മനുഷ്യന്റെ തലയകത്താക്കി. और वो महान सांप ने क्या करा, उसके मुंह खोलकर उसके सिर को अपने मुंह के अंदर ले लिया. അപ്പോഴാണ് ജനങ്ങൾക്ക് അപകടം മനസ്സിലായത്. तब लोगों को समझ में आया कि ये बहुत बड़ी दुर्घटना हो रही है ആ करके. സർപ്പത്തിന്റെ കയ്യിൽ നിന്ന് അയാളെ വെടിവെക്കുമ്പോൾ അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. हमें जब उस महान सर्प के हाथ से उस व्यक्ति को जब वो बचा रहे थे तब तक वो व्यक्ति मर चुका था. ഞാൻ എന്തിനാണ് ഇത് ഇവിടെ പറഞ്ഞതെന്നറിയാമോ? ये मैंने क्यों कहा आप जानते हैं? സാരമില്ല സാരമില്ല, നിങ്ങൾ താലോലിച്ച് വളർത്തുന്ന ചെറിയ പാമ്പ് അത് വളർന്ന് വലുതായിരിക്കുകയാണ്. अच्छा है करके जो आप छोटे से सांप को जो बड़ा करते हो वो बहुत ही विशाल हो चुका है. Any time it can swallow you. कभी भी वो आपको निगल सकता है. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതിനെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. इसलिए जो कुछ हमें परमेश्वर से दूर करता है वो हमारे जीवन से हमें निकाल के फेंकना है. അമേരിക്കയിലെ മൃഗശാലയിലെ ഒരു സൂപ്പർവൈസർ, ഒരു ലേഡി, ഒരു പെൺകുട്ടി, अमेरिका में एक जू के अंदर उसके सुपरवाइजर एक स्त्री थी. ഇതുപോലെ ഒരു പൈതനെ എടുത്ത് വളർത്തി, അതും വളർന്ന് വലുതായി. इसी प्रकार एक पाइथन को उन्होंने बचपन से पाल पोस कर बहुत बड़ा कर दिया. അതിന്റെ കൂടെ കിടന്നാണ് ഉറങ്ങുന്നത്. അതിന് ചുംബനം കൊടുക്കും, അത് ചുംബനം കൊടുക്കും, ഇങ്ങനെ ജീവിക്കുകയാണ്. इस सांप के साथ वो सोती है, उसको जो चुंबन देती है, ऐसे काम करके वो आगे बढ़ रही थी. എന്നാൽ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഈ പാമ്പ് ആഹാരം കഴിക്കുന്നില്ല. परंतु अभी एक हफ्ते से ये सांप खाना नहीं खा रहा है. എപ്പോൾ വെട്ടി കിടന്നാലും ചുരുണ്ട് കിടക്കുന്ന ഈ പാമ്പ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. जब भी ये सांप सोता है तो बिल्कुल गोल के समान सोता है, परंतु आज जो है वो बिल्कुल सीधा सो रहा है. അവള് ഈ വെറ്ററിനറി ഡോക്ടേഴ്സിന്റെ അടുക്കൽ ചെന്നിട്ട് കൺസൾട്ടേഷൻ എടുത്തു, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. इसके बाद वो इस सांप को लेकर डॉक्टर के पास ले गए और पूछता है कि ये सांप ऐसा क्यों कर रहा है. ആ ഡോക്ടർ ചോദിച്ചു എത്ര ദിവസമായെന്ന് ചോദിച്ചു. तब वो डॉक्टर ने पूछा कि सांप कितने दिन हो गए करके. 7 ദിവസമായെന്ന് പറഞ്ഞു. तब उस व्यक्ति ने कहा कि 7 दिन बीत चुके ആ हैं. ഡോക്ടർ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, യു ആർ ലക്കി ലേഡി. तब वो डॉक्टर खड़े होकर कहता है कि तुम भाग्यशाली
भाग्यशाली हो स्त्री കാരണം करके 4 ദിവസത്തിൽ കൂടുതൽ ഇങ്ങനെ അത് നിവർന്നു കിടക്കാറില്ല. कि ये सांप 4 दिन से ज्यादा कभी भी सीधा नहीं लेटता है। എന്തിനാണെന്നറിയാമോ? നിന്റെ അളവെടുക്കുകയാണ്. അത് വിഴുങ്ങി കഴിഞ്ഞാൽ അതിന്റെ വയറ്റിൽ നീ ഫിറ്റാകുമോന്ന് നോക്കുവാണ്. आमीन। वो ऐसा क्यों कर रहा है? वो तुम्हें नाप रहा है कि अगर वो तुम्हें निगल जाए तो क्या वो उसके पेट में रहेगा नहीं रहेगा। ഏറ്റവും വലിയ അത്ഭുതം നീ ഇന്ന് ജീവനോടെ ഇരിക്കുന്നതാണ്. सबसे बड़ा अद्भुत बात ये है स्त्री कि तुम आज भी जिंदा होकर അവൾ ഒരു നിമിഷം സ്തംഭിച്ചു പോകുവാനിടയായി. आमीन। वो बिल्कुल आश्चर्यचकित हो गई। അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന താലോലിക്കുന്നത് തന്നെ അവളെ വിഴുങ്ങുവാൻ പാകമായി കഴിഞ്ഞു. ये स्त्री सबसे जिस सांप से प्रेम करती थी वो सांप इसको निगलने की हमें तैयारी कर रहा था। നീ എന്തിലാണോ രസിക്കുന്നത് താലോലിക്കുന്നത് ഇത് തന്നെ അവസാനം നിന്റെ ഘാതകനായി മാറും. हमें तुम जिससे भी प्रेम करते हो आखिर में आके वो तुम्हें खत्म कर देगा। ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ. हालेलुया। നമുക്കറിയാം ഒരു ആർമി, നമ്മളൊരു സൈന്യമാണ്. ഈ ഇന്ത്യൻ ആർമി തന്നെ എടുത്തു നോക്കിയാൽ ഒത്തിരി റെജിമെന്റുകളുണ്ട്, ഒത്തിരി ചെയിനുകളുണ്ട്. अगर हम अपने इंडियन आर्मी इंडियन सैनिकों को देखते हैं तो बहुत सारा रेजिमेंट्स बहुत भाग होता है वहां पे। അതിനകത്ത് ആർട്ടിലറി ഉണ്ട്, ഇൻഫൻട്രി ഉണ്ട്, സപ്ലൈ ചെയിൻ ഉണ്ട്, മെഡിക്കൽ കോർ ഉണ്ട്, മെസഞ്ചേഴ്സ് ഉണ്ട്. हमें वहां पर आर्टिलरी होता है, हमें ऐसे कई प्रकार के भाग वहां पर होते हैं। ഇതിനകത്ത് സപ്ലൈ ചെയിൻ ഫെയിൽ ആയി കഴിയുമ്പോൾ പട്ടാളം പരാജയപ്പെട്ടു. अगर यहाँ पर अगर सप्लाई चेन अगर फेल हो जाता है तो जो सैनिक है वो हार जाते हैं। മെഡിക്കൽ കോർ പരാജയപ്പെട്ടാൽ അപകടപ്പെടുന്ന പട്ടാളക്കാർ മരിച്ചു പോകും. अगर ये जो इलाज करने वाले अगर वो फेल हो जाते हैं तो ये सैनिक हार जाएंगे। മെസഞ്ചർ റെജിമെന്റ് ഉണ്ട്. അവർ മെസഞ്ചർ കറക്റ്റ് സമയത്ത് മെസ്സേജുകൾ പാസ് ചെയ്യാൻ ഫെയിലായി പോയി കഴിഞ്ഞാൽ അതും വലിയ അപകടമായി തീരും. अगर संदेश पहुंचाने वाले लोग अगर हार जाते हैं तो ये पूरा सैनिक जो है हार जाएगा। ഞാൻ ചണ്ഡീഗഡിലായിരിക്കുമ്പോൾ ചണ്ഡിമന്ദിറിലെ വെസ്റ്റേൺ കമാൻഡ് വലിയ റെജിമെന്റ് ഉണ്ട്. जब मैं चंडीगढ़ में था तब वेस्टर्न कमांड रेजिमेंट नाम का एक बहुत बड़ा रेजिमेंट था। അതിനകത്ത് ബീഹാർ റെജിമെന്റ് ഉണ്ട്, സെൻട്രൽ റെജിമെന്റ് ഉണ്ട്, മദ്രാസി റെജിമെന്റ് ഉണ്ട്, സിഖ് റെജിമെന്റ് ഉണ്ട്. അതിനകത്ത് പല റെജിമെന്റുകളുണ്ട്. वहां पर बिहार रेजिमेंट था, सिख रेजिमेंट था, ऐसे कई प्रकार के रेजिमेंट वहां पर थे। അവരോട് എല്ലാവരോടും നമസ്തേ പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, സത് ശ്രീ അകാൽ ജി പറഞ്ഞു കഴിഞ്ഞാൽ അവരത് തിരിച്ച് സത് ശ്രീ അകാൽ ജി പറയും. अगर हम उनसे नमस्ते सत श्री अकाल ये सब कहते हैं तो वापस वो भी हमें नमस्ते करते हैं। എന്നാൽ അതിനകത്ത് ഒരു വ്യത്യസ്തമായ റെജിമെന്റ് ഉണ്ട്, ഗൂർഖ റെജിമെന്റ് ആണെന്ന് അറിയപ്പെടുന്നത്. तो उसमें बहुत ही विचित्र एक रेजिमेंट है, उसको गूर्खा रेजिमेंट करके कहते हैं। അവരുടെ ജോലി എന്ന് പറയുന്നത് ആർട്ടിലറി ഇൻഫൻട്രി ആണ്. അവരാണ് യുദ്ധഭൂമിയിൽ ഏറ്റവും മുമ്പിൽ തോക്കുമായിട്ട് കടന്നു പോകുന്നത്. उनका काम यह है कि जो भी बंदूक है, जो कुछ भी सामान उनके पास है, युद्ध में सबसे पहले ये बंदूक सब लेकर वो ही आगे जाते हैं। അവരാണ് ശത്രുവിന്റെ ഭാഗത്ത് വരുന്ന വെടിയെ നേരിടുന്നത്. वही है जो सबसे आगे खड़े होते हैं और जो भी शत्रु उनको मारने की कोशिश करता है वो सब वो अपने ऊपर लेते हैं। നമ്മൾ ഗൂർഖ റെജിമെന്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമസ്തയും ഇല്ല, ഗുഡ് മോർണിംഗും ഇല്ല, അവിടെ സത് ശ്രീ അകാൽ ജിയും ഇല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൈ കൊടുത്തിട്ട് അവരിങ്ങനെ പറയും, ഇങ്ങനെ കൈ കൊടുത്തിട്ട് ഇങ്ങനെ പറയും, തകടേ രഹോ मजबूत रहो। हालेलुया। वहां उस गुरखा रेजिमेंट में ना नमस्ते करते हैं ना सत श्री अकाल, कुछ भी नहीं करते हैं, परंतु ऐसे हाथ पकड़कर वो कहते हैं कि तगड़े रहो, मजबूत रहो करके। ഒരാൾ ഒരു പടയാളി മറ്റൊരു പടയാളിയെ കാണുമ്പോൾ അവരെ പരസ്പരം ധൈര്യപ്പെടുത്തുന്ന ഒരു വാക്കാണ് തകടേ രഹോ मजबूत रहो। आमीन। एक सैनिक जब दूसरे सैनिक को देखता है तब वो उससे इस प्रकार कहता है कि तगड़े रहो, मजबूत रहो करके। ഈ സുവിശേഷവുമായി എല്ലാവരും സുവിശേഷമായിട്ട് ഒരുപക്ഷെ കടന്നു പോകുവാൻ സാധിച്ചെന്ന് വരത്തില്ല. हो सकता है कि सब लोग सुसमाचार लेकर नहीं जा सकते होंगे। കടന്നു പോകുന്നവർക്ക് സംരക്ഷണം ലഭിക്കണം, കടന്നു പോകുന്നവരെ ദൈവം ഉപയോഗിക്കണം, കടന്നു പോകുന്നിടത്ത് ദൈവപ്രവൃത്തി നടക്കണം. അതിനെ ഒരു സപ്ലൈ ചെയിൻ ആവശ്യമാണ്, പ്രാർത്ഥനയുടെ ചെയിൻ ആവശ്യമാണ്. इसलिए जो कोई सुसमाचार सुनाना चाहते हैं उनकी सुरक्षा होनी है, वो लोग अच्छे सुसमाचार सुनाना है तो प्रार्थना करने वाले एक बहुत बड़ा झुंड उसके पीछे होना जरूरी है। സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നവർ കടന്നു പോകുവാൻ അവർക്ക് ട്രെയിൻ ടിക്കറ്റ് ആവശ്യമാണ്, ബസ് ഫെയർ ആവശ്യമാണ്, വാടകയ്ക്ക് പൈസ ആവശ്യമാണ്, അവരുടെ യാത്രാ ചെലവുകളുടെ ജീവിത ചെലവുകൾക്ക് പൈസ ആവശ്യമാണ്, അതിന് സപ്ലൈ ചെയിൻ ആവശ്യമാണ്. अब जो सुसमाचार सुनाने के जाते हैं उनको ट्रेन के टिकट के पैसे चाहिए, उनको रहने के पैसे, ऐसे कई खर्चों को पूरा करने के लिए पैसे की जरूरत है। इसलिए पीछे सप्लाई चेन होना बहुत जरूरी है। തളർന്നിരിക്കുന്നവരെ ബലപ്പെടുത്തുവാൻ, ക്ഷീണിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുവാൻ അതേ ധൈര്യത്തിന്റെ വാക്കുകൾ പറയുന്ന പ്രബോധകൻ സഭയിൽ വേണം. आमीन। जो कमजोर है उनको उत्साहित करने वाले, वचन सुनाने वाले लोग वहां पर होना बहुत जरूरी है। പ്രാർത്ഥന ആവശ്യമാണ്, പണം ആവശ്യമാണ്, സപ്പോർട്ട് ആവശ്യമാണ്, പുറപ്പെടുവാൻ ആളും ആവശ്യമാണ്. आमीन। प्रार्थना जरूरी है, पैसा जरूरी है और सुसमाचार सुनाने के लोग भी बहुत जरूरी है। ഇതെല്ലാം കൂടെ ഒന്നിച്ചേ പോയെങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ട് വർക്ക്
ചെയ്തെങ്കിൽ മാത്രമേ the kingdom of God will be expanded. हमें जब ये एक साथ काम करेगा तभी परमेश्वर का राज्य बढ़ोतरी की ओर जाएगा। Praise the Lord. हालेलुया। പിന്നെ ഐക്യത അത്യാവശ്യമാണ്. एकता बहुत जरूरी है। അപ്പൻ മരിക്കാൻ വേണ്ടി പോവുകയാണ്. हमें पिता मरने जा रहा है। 4 മക്കളുണ്ട്. 4 बेटे हैं। ഇവന്മാരെപ്പോഴും കണ്ണെടുത്താൽ തമ്മിലടിയാണ്. हमें जब भी वो एक दूसरे को देखते हैं हमेशा लड़ाई करते हैं। അപ്പൻ വിചാരിച്ചു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ഇവന്മാരുടെ അവസ്ഥ എന്തായിരിക്കും? तब पिता ने सोचा कि मैं जिंदा हूं तो ये ऐसा करते हैं, मेरे मरने के बाद क्या क्या बुरा करेंगे। എങ്ങനെ ഇവരെ ഞാനൊന്ന് പഠിപ്പിക്കും ഒന്നിച്ച് നിൽക്കണമെന്ന്. कैसे मैं इनको सिखाऊंगा कि एकता में ही शक्ति है करके। ഒന്നിച്ച് നിന്നാൽ എല്ലാമാണ്, ഭിന്നിച്ച് നിന്നാൽ ഒന്നുമല്ല എന്ന് എങ്ങനെ ഞാൻ പറഞ്ഞു മനസ്സിലാവും? एकता में शक्ति है, अगर अलग अलग खड़े होंगे तो कुछ भी नहीं रहेंगे, मैं इनको कैसे सिखाऊं। അപ്പൻ ഒരു ഐഡിയ മനസ്സിൽ വന്നു. तब उसके पिता के मन में एक योजना आया। മക്കൾ 4 പേരോടും പറഞ്ഞു 4 തടിക്കഷ്ണം 4 ഈ കമ്പെടുത്തോണ്ട് വരാൻ വേണ്ടി പറഞ്ഞു. चारों बेटों से उसने कहा कि एक एक लकड़ी लेकर आओ, छोटा छोटा लकड़ी, छोटा छोटा टुकड़ा लकड़ी का टुकड़ा लेकर आओ। എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങളെ ഓരോരുത്തരുടെയും ആ വാടി നിങ്ങൾ ഒടിക്കാൻ വേണ്ടി പറഞ്ഞു. तब उसके पिता ने उन लोगों से कहा कि अब तुम्हारे हाथ में जो लकड़ी है उसको तोड़ो करके। ഓരോരുത്തരും വളരെ ഈസി ആയിട്ട് അത് ഒടിച്ച് കയ്യിൽ കൊടുത്തു. और चारों बेटे ने बहुत ही आसान तरीके से तोड़कर हाथ में दे दिया। ഇനിയും അതുപോലെ 4 വടിയും കൂടെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. उसके बाद पिता ने कहा कि अब 4 और छोटी लकड़ी लेकर आओ। ആ 4 എണ്ണം കൂടെ ഒന്നിച്ചങ്ങോട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. और चारों को एक साथ बांधने के लिए पिता ने कहा। എന്നിട്ട് ഓരോരുത്തരോട് പറഞ്ഞു ഒടിക്കാൻ വേണ്ടി പറഞ്ഞു. और चारों बेटों से एक एक करके तोड़ने के लिए कहा। അവരെ മസിൽ മുഴുവൻ ഉപയോഗിച്ചിട്ടും അത് ഒടിക്കാൻ പറ്റുന്നില്ല. वो एक एक करके सारे बेटों कोशिश पूरी शक्ति तो लगा रहे हैं पर टूटता नहीं है। ആ അപ്പൻ അവരോട് പറഞ്ഞു तब पिता ने अपने बच्चों से कहा ഒന്നിച്ച് നിന്നാൽ ആർക്കും നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ अगर സാധിക്കും. तुम एक होकर खड़े होते हो तो कोई भी तुम्हें बिल्कुल भी नहीं हरा सकता। എന്നാൽ ഭിന്നിച്ച് നിൽക്കുകയാണെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ നശിച്ചു പോകും. अगर अलग अलग खड़े होते हो तो चंद निमिष में तुम सर्वनाश हो जाओगे। ഒരു ദൈവസഭയിൽ 100 പേരുണ്ടെങ്കിൽ 100 പേര് ഒറ്റക്കെട്ടായിരിക്കും. अगर एक परमेश्वर की कलीसिया में 100 लोग हैं तो 100 लोग एकता के साथ खड़े होना है। അങ്ങനെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിയുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ നടുവിൽ നടക്കും. अगर एक साथ खड़े होंगे तो हमारे बीच में अद्भुत कार्य जरूर होंगे। സന്തോഷമുള്ളവർക്ക് ദൈവത്തെ സ്തുതിക്കാം. जो कोई खुश है परमेश्वर की महिमा करे। നമ്മൾ ഒരിക്കലും നമ്മുടെ സ്വയം പ്രശംസയിൽ ആശ്രയിക്കരുത്. हम कभी भी अपने ऊपर आश्रय बिल्कुल भी ना रखें। മറ്റുള്ളവർക്ക് കിട്ടേണ്ടുന്ന മഹത്വം ഒരിക്കലും നമ്മൾ തട്ടിയെടുക്കണം. हमें दूसरों को जो महिमा मिलना है वो हम कभी भी उनसे ना छीने। ആരും അറിയുന്നില്ലെങ്കിലും നമ്മൾ പറയണം ആ സിസ്റ്റർ കാരണമാണ് എനിക്കിത് കിട്ടിയതെന്ന്. भले कोई भी ना जाने परंतु हमें इस प्रकार कहना है कि उस बहन के कारण मुझे ये मिला है। എനിക്ക് ഇവിടെ ഈ ജോലി കിട്ടിയത് ഇന്ന ആര് റെക്കമെൻഡ് ചെയ്തുകൊണ്ടാണ് എനിക്കെന്ന് പറയണം. अब हमें कहना है कि ये नौकरी मुझे इस व्यक्ति के कहने पर मुझे मिला है। അല്ല എന്റെ PhD കണ്ടു MHD കൊണ്ടാണ് കിട്ടിയതെന്നൊന്നും വിളിച്ച് പറയരുത്. आप ऐसा कभी भी ना करें कि आपकी पढ़ाई के कारण आपको एक काम मिला है। നമ്മുടെ ഇല്ലായ്മയിൽ നമ്മളെ സഹായിച്ചവരെ ഒരിക്കലും നമ്മൾ മറക്കരുത്. हमें हमारे कमियों में जिसने हमारी मदद करी है उनको हम कभी भी ना भूले। അത് മാത്രമല്ല നമ്മൾ ഒരാളിനെ സഹായിച്ചുവെങ്കിൽ അത് എല്ലായിടത്തും ചെന്ന് ഇങ്ങനെ വിളിച്ച് പറയുകയും ചെയ്യരുത്. और ऐसा नहीं अगर हमने किसी की मदद करी है तो सबको बताने की जरूरत बिल्कुल भी नहीं है। ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് ചെങ്ങന്നൂരിൽ തേരാപ്പാറ തെണ്ടി നടന്നവരെ ഞാൻ ഡൽഹിയിൽ കൊണ്ടുവന്ന് ഇപ്പൊ എല്ലാം കിട്ടി അവനെ വിളിച്ച് പറയരുത്. अमन ऐसे कई लोगों को मैंने सुना है कि गांव में इधर उधर अकेला घूम रहा था, मैं ही इसको दिल्ली में लेकर कर बड़े बड़े नौकरियां दिलाए हैं करके किसी को भी नहीं कहना है ऐसे। ദൈവത്തിൽ നിന്ന് അന്നേരം പ്രതിഫലം കിട്ടത്തില്ല. अगर ऐसा करते हो तो हमें परमेश्वर से बिल्कुल भी प्रतिफल नहीं मिलेगा। വലിയ വേനൽക്കാലം കടന്നു വന്നു. വലിയ വേനൽക്കാലം കടന്നു വന്നു. अमन बहुत ही गर्मी का मौसम आया. കുളങ്ങളെല്ലാം വറ്റി വരളാൻ വേണ്ടി തുടങ്ങി. और ये जो भी तालाब जो भी थे वो सूखने शुरू हो गए. കുളത്തിലെ ഒരു ആമയുണ്ട് 2 കൊക്കുകളുണ്ട്. अमन इस जो अमन तालाब में एक अमन कछुआ है और 2 अमन जो 2 स्वाइन भी है. ആമ अमन कछुआ बगुला 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 ഈ ആമ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് കൊക്കിനോട് പറഞ്ഞു ഞാൻ ഇവിടെ കിടന്ന് ജാഗിയുള്ളൂ, നിങ്ങൾക്ക് ചിറകുണ്ടായോണ്ട് പറന്നു പോവാം. मतलब उस कछुए ने बगुले से कहा कि यहाँ पर मैं प्यास के कारण मर जाऊंगा, तुम्हारे पास तो पंख है, तुम उड़ के चले जाओ. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. तो उन्होंने उस कछुए ने कहा कि मुझे कैसे भी करके तुम बचाओ करके. ഈ പാവം കൊക്കുകൾ ഇങ്ങനെ തലപുകഞ്ഞ് ചിന്തിച്ച് എങ്ങനെ ഈ കൊക്കമ്മാവനെ രക്ഷിക്കാൻ പറ്റും. तब उन बगुलों ने सोचे कैसे हम इस कछुए की मदद करें. ആമച്ചേട്ടന്റെ കരച്ചിൽ കണ്ടപ്പം കൊക്കുകൾക്ക് സഹിച്ചില്ല. अब तब जब उस कछुए का रोना धोना देखकर ये बगुले को बिल्कुल भी सहन नहीं हुआ. രാവും പകലും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി അവരെ ചിന്തിച്ചു. वो रात भर सोचने लगे कैसे इसको बचाएगा. അവസാനം അവർക്കൊരു ഐഡിയ കിട്ടി. आखिर में उनको एक आइडिया इस प्रकार मिला. ആ കൊക്കുകളെ ഒരു വലിയ കമ്പ് കൊത്തിക്കൊണ്ട് വന്നു. और बगुले ने जो एक जो है एक लकड़ी को लेकर आए.
രണ്ടു വശത്തും അവരിങ്ങനെ കുത്തിപ്പിടിക്കും. और ये जो बगले दोनों तरफ जो इस लकड़ी को पकड़ते हैं, ആമച്ചേട്ടൻ അത് കടിച്ചു പിടിച്ച് കിടക്കണം. और इस कछुए को जो है अपने दांत से पकड़कर उसको लटकना है. സർവശക്തിയും എടുത്ത് ഈ തടിമാടൻ ആമച്ചേട്ടനെയും പൊക്കിക്കൊണ്ടു പോകും. और ये जो दोनों बगुले पूरी शक्ति के साथ इस कछुए भाई को लेकर उड़ जाते हैं. എന്തായാലും ഒരു റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. और उसके बाद आखिर में उन्होंने सोचा कि हम ये जरूर करेंगे. ആമയും വിചാരിച്ചു ഇവിടെ കിടന്നാലും ചത്തുപോതേ ഉള്ളൂ. तब कछुए ने सोचा कि अगर मैं यहाँ रहूंगा तो भी मर जाऊंगा. ഈ മിഷൻ സക്സസ് ആകുകയാണെങ്കിൽ ധാരാളം വെള്ളമുള്ള കുളത്തിൽ പോകാം. अगर ये मिशन सक्सेसफुल होता है तो जहाँ पर बहुत सारा पानी है हम वहाँ पर उड़ जाएंगे. അങ്ങനെ അവരെ കമ്പ് രണ്ടു വശവും കുത്തിപ്പിടിച്ചു. ആമച്ചേട്ടൻ കടിച്ചു പിടിച്ചു. അവർ പ്രത്യേകം പറഞ്ഞു, ആമച്ചേട്ടാ ഞങ്ങളുടെ കൈവശമല്ല, ജീവൻ ആമച്ചേട്ടന്റെ കയ്യിലാണ്, ഒരു കാരണവശാലും കടിപിടരുത്. तब उस लकड़ी को दोनों बगुलों ने हमें चोट से कस के पकड़ा और इस कछुए भाई को बोला कि आप भी अच्छे से पकड़ना, आपका जीवन हमारे हाथ में नहीं है, इसलिए बहुत ही तेजी से इसको काट के पकड़ने करके कहा. ഇവരിങ്ങനെ ശക്തിയോടെ പറന്നുയരുവാൻ തുടങ്ങി. और ये बगुले बड़े शक्ति के साथ उड़ना शुरू करते हैं. കവലകളിലെല്ലാം ആളുകൾ ഈ വലിയ അത്ഭുത രംഗം കണ്ടുകൊണ്ടിരിക്കുക. और जितने भी लोग थे ये अद्भुत कार्य को होते हुए देख रहे थे. ആളുകളെല്ലാം പറഞ്ഞത് വലിയ അത്ഭുതം തന്നെ, ഭയങ്കരം ഐഡിയ തന്നെ. तब लोग कहने लगे कि ये कितना अच्छा योजना, कितना अच्छा आइडिया है करके. എന്നാൽ ഇത് ആരുടെ ബുദ്ധിയായിരിക്കും? അപാര ബുദ്ധി തന്നെ. लोग कहने लगे किसकी बुद्धि है, बहुत ही भयंकर बुद्धि है करके. ഇങ്ങനെ പറന്നു പോകുമ്പോൾ ആളുകളെല്ലാം ഇത് തന്നെയാണ് പറയുന്നത്. हमें जैसे तीनों उड़कर जा रहे हैं, लोग सब देखकर यही कहते हैं ഈ ബുദ്ധി അപാരം തന്നെ. कि ये बुद्धि बहुत ही भयंकर है करके. ആമച്ചേട്ടൻ ഒരു കാര്യം മനസ്സിലായി, കൊക്കുകൾക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല. हमें तब कछुए को समझ में आया कि क्योंकि इन बगुलों ने अपने चोंच से इस लकड़ी को पड़ा है, इसलिए वो बातें नहीं कर सकते. ആമച്ചേട്ടന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം, ഇത് എന്റെ ഐഡിയ ആണെന്ന് പറയണം. हमें तब कछुए के मन में आया कि ये मेरा आइडिया है करके मुझे लोगों को बताना है. അങ്ങനെ ആമച്ചേട്ടൻ പറഞ്ഞു, ഇത് എന്റെ ഐഡിയ ആണ്. उसके बाद उस कछुए ने कहा कि ये जो योजना है वो मेरी योजना है करके. നിമിഷങ്ങൾക്കുള്ളിൽ ആകാശത്ത് നിന്ന് പാറപ്പുറത്ത് വീണ് ആമച്ചേട്ടൻ और उसी निमिष वो कछुआ वहां से नीचे पत्थर के ऊपर गिरकर मर गया. ഒരിക്കലും തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. इसलिए जो कोई अपनी खुद की प्रशंसा करता है वो जरूर एक दिन नीचे गिरेगा. മറ്റുള്ളവർക്ക് കിട്ടേണ്ടുന്ന മഹത്വം ഒരിക്കലും നമ്മൾ തട്ടിയെടുക്കരുത്. हमें दूसरों को जो महिमा मिलना है वो कभी भी हम उनसे ना छीने. നമ്മൾ എന്തിനു വേണ്ടിയൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത്? हमें किस किस विषयों के लिए प्रार्थना करना है. മാത്യു 26:41 പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാനോടൊന്ന് പ്രാർത്ഥിപ്പിച്ചു. പെട്ടെന്ന് हमें मत्ती 26 का 41 इस प्रकार लिखा है, तुम परीक्षाओं में ना पढ़ो इसलिए प्रार्थना करो. അപ്പൊ പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? इसलिए परीक्षा में ना पढ़े तो हमें क्या करना है? പിശാച് നിശ്ചയമായിട്ടും പരീക്ഷിക്കും. शैतान जरूर हमारी परीक्षा लेगा. അവന്റെ മറ്റൊരു പേരാണ് പരീക്ഷകൻ. हमें उसका दूसरा नाम है परीक्षा लेने वाला. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലും അവൻ പരീക്ഷിച്ചു. अमन हमारे प्रभु यीशु मसीह को भी उसने परीक्षा ली. മഹാഭക്തനായ യോബിനെ പോലും അവൻ പരീക്ഷിച്ചു. परमेश्वर के महाभक्त യോബ് की भी परीक्षा इस शैतान ने ली. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പിശാചിൽ നിന്ന് ഒരു പരീക്ഷ വരാൻ സാധ്യതയുണ്ട്. इसलिए हमारे सबके जीवन में शैतान की ओर से परीक्षा जरूर आएगा. മറിച്ച് ദൈവത്തിൽ നിന്നും ഒരു പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. और परमेश्वर की ओर से भी परीक्षा हमारे जीवन में आए, ऐसा हो सकता है. നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന എന്നാണ് അതിന് പറയുന്നത്. हमें हमारे विश्वास को जांचना इसको कहते हैं. നമ്മൾ എത്രത്തോളം ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് ദൈവത്തിന് അറിയണം. परमेश्वर को ये जानना है कि हम कितना आश्रय परमेश्वर के ऊपर डालते हैं. പിശാച് പരീക്ഷിക്കുന്നത് നമ്മളെ നശിപ്പിച്ച് ഇല്ലാതാക്കി കളയാൻ വേണ്ടി. और शैतान हमारी परीक्षा इसलिए लेता है ताकि वो हमें सर्वनाश कर दे. എന്നാൽ ദൈവം നമ്മളെ പരീക്ഷിക്കുന്നത് കൊള്ളാകുന്നവരായി തികഞ്ഞവരായി തീരുവാൻ വേണ്ടിയാണ്. परंतु परमेश्वर हमें परीक्षा इसलिए लेता है ताकि हम उस योग्य बन सके. ഈ രണ്ട് പരീക്ഷകളെ നാം ജയിക്കേണ്ടത് അത്യാവശ്യമാണ്. और इस दोनों प्रकार की परीक्षाओं को जीतना बहुत जरूरी है. ഈ പരീക്ഷയെ ജയിക്കണമെങ്കിൽ പ്രാർത്ഥനയല്ലാതെ നമുക്കിതിനെ ജയിക്കാൻ अगर പറ്റത്തില്ല. इन परीक्षाओं को अगर हमें जीतना है तो प्रार्थना के बगैर हम बिल्कुल भी नहीं जीत सकते. പാട്ട് പാടിയാൽ ഇതിനെ ജയിക്കാൻ പറ്റത്തില്ല. अगर गीत गाने से हम कभी भी विजय नहीं प्राप्त കൈ करेंगे. ശക്തിയിൽ അടിച്ചാൽ നമുക്ക് ഇതിനെ ജയിക്കാൻ പറ്റത്തില്ല. ताली बजाने से हम कभी परीक्षाओं के ऊपर नहीं जीतेंगे. നൂറുകണക്കിന് പ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ കേട്ടാൽ ഇതിനെ പോയി ജയിക്കാൻ പറ്റത്തില്ല. 100 प्रकार के प्रचार सुनने के बाद भी इन परीक्षाओं के ऊपर हम बिल्कुल भी विजय नहीं प्राप्त कर सकते. മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞേ മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ജയിക്കാൻ പറ്റത്തില്ല. दूसरों से प्रार्थना करवा के भी हम बिल्कुल भी नहीं जीत सकते. ഈ പരീക്ഷയെ നീ തന്നെ പ്രാർത്ഥിച്ച് ജയിക്കണം. हमें इन परीक्षाओं को हमें खुद
प्रार्थना करके जीतना है। നിനക്ക് ജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ കരയണം, കർത്താവേ എനിക്ക് ഈ പരീക്ഷ എഴുതി ജയിക്കാൻ സാധ്യമല്ല. अगर तुम जीत नहीं पा रहे हो तो तुम्हें परमेश्वर से विनती करना है कि परमेश्वर मैं इन परीक्षाओं में नहीं जीत पा रहा करके കർത്താവേ എന്നോട് കൂടെ ഇരുന്ന് ഈ പരീക്ഷ അങ്ങ് എന്നെ കൊണ്ട് എഴുതിച്ച് എനിക്ക് ജയം തരണമേ. हमें बोलना है कि हे परमेश्वर हमारे साथ रहकर इस परीक्षा के ऊपर मुझे विजय दिलाओ करके। പിശാച് ഭയങ്കര തന്ത്രശാലിയാണ്, അവൻ വലിയ ഉപായിയാണ്, അവൻ വലിയ ചതിയനാണ്. हमें शैतान बहुत बड़ा धोखेबाज और बहुत ही तंत्रशाली है वो। കർത്താവ് പറയുന്നുണ്ട് അവന്റെ തന്ത്രങ്ങളെ, അവന്റെ ഉപായങ്ങളെ, അവന്റെ ചതിയെ. You should know his devices, his plans and his strategy. परमेश्वर कहता है कि तुम्हें शैतान के हर प्रकार के उपाय, हर प्रकार के तंत्र मंत्र तुम्हें जानना बहुत जरूरी है। അതിന് പ്രാർത്ഥന ആവശ്യമാണ്. इसलिए इसके लिए प्रार्थना बहुत जरूरी है। പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളുടെ വീക്ക് വശങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി जब തരും. हम प्रार्थना करना शुरू करेंगे तब परमेश्वर हमारी कमजोरियों को हमें बताता जाएगा। ആ നിമിഷം തന്നെ നമ്മളതെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. उसी समय हमें उन सबों को कबूल करते हुए हमें आगे बढ़ना है। ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരത്തില്ല, ഗുണം പിടിക്കത്തില്ല. हमें जो अपने पाप को छिपाता है उसके जीवन में कभी भी शुभ नहीं आएगा। ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനാണ്. हमें जिसके पाप जो है जिसको पाप से क्षमा मिला है, जिसके पाप को हमें छिप गया है, वो धन्य है वो व्यक्ति। പാപം നിന്റെ ഉള്ളിലിരിക്കുമ്പോൾ നീ വിശുദ്ധി ചമയരുത്. हमें जब पाप तुम्हारे अंदर वास करता है तब तुम कभी पवित्र बनने का ढोंग नहीं करना। ഡൽഹിയിലെ ഒരു ഗളിയിലെ ഒരു സഭയിൽ 150 വിശ്വാസികളുണ്ട്. അവിടെ ആരാധന നടക്കുകയാണ്. दिल्ली में एक कलीसिया में लगभग 100-150 विश्वासी और वो लोग आराधना कर रहे हैं। പക്ഷേ ആ വല്ലാത്തൊരു ദുർഗന്ധം ഈ സഭയ്ക്ക്. और परंतु इस कलीसिया में बहुत ही बदबू आ रही है നാറ്റം കൊണ്ടിരിക്കാൻ പറ്റില്ല. और वहां पर बदबू के कारण लोग बैठ नहीं पा रहे हैं। പാസ്റ്റർക്ക് മനസ്സിലായി ഇത് നാറിയ സോക്സിന്റെ മണമാണ്. हमें तब पासवान को समझ में आया कि ये बिल्कुल बदबू से भरा हुआ एक सॉक्स की बदबू है। बदबू अलग अलग होती है। സബ്ജികളിൽ ഉള്ളി അഴുകി കഴിഞ്ഞാൽ വല്ലാത്ത നാറ്റമാണ്. अगर सब्जी में अगर जो प्याज सड़ जाता है तो उसको बहुत ही अलग बदबू आती है। എന്തായാലും പാസ്റ്റർ ഇത് ആരുടെ സോക്സിലുണ്ട്? എല്ലാവരും സോക്സ്, തണുപ്പ് സമയം, എല്ലാവരുടെയും കാലിൽ സോക്സ് ഉണ്ട്. ठंडी का समय था तब पासवान ने ये देखना चाहा कि किसके मोजे से ये बदबू आ रही है। പാസ്റ്റർ ഈ കളിയിൽ ജീവിച്ചതുകൊണ്ട് പാസ്റ്റർക്ക് ചില ഐഡിയകളൊക്കെ ഉണ്ട്. हमें क्योंकि पासवान भी इस अवस्था में जी चुका है इसलिए उसको सब बातों की अच्छा एक आइडिया है। അദ്ദേഹം ഗ്ലോറിയും സ്തോത്രമൊക്കെ പറഞ്ഞു മണപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. हमें वो धन्यवादों करके ऐसे सूंघते हुए सबके पैर सूंघते हुए आगे बढ़ रहा है। അവസാന നിലയിൽ രണ്ടാമതേക്ക് നാളിന്റെ സോക്സിൽ കണ്ണു പതിച്ചു. उसके बाद दूसरे में जो व्यक्ति खड़ा था उसके मोजे में परमेश्वर के दास का नजर अड़ गया। അവിടെ അടുക്കും തോറും स्मेल കൂടുന്നതായിട്ട് മനസ്സിലായി. जैसे उस व्यक्ति के पास जो पासवान जाते हैं बदबू बढ़ रही है करके पासवान समझ गया। പതുക്കനെ ആ സഹോദരന്റെ തോളിൽ കൈയിട്ടിട്ട് ആരും അറിയാതെ സഭാഹോളിന്റെ വെളിയിലേക്ക് കൊണ്ടുപോയി. हमें उसके धीरे से उसके कंधे में हाथ रखकर परमेश्वर दास उसको कलीसिया से बाहर ले गया। എന്നിട്ട് അവനോട് ചോദിച്ചു നീ ഈ സോക്സ് ഇട്ടിട്ട് എത്ര ദിവസമായി? तब उस व्यक्ति से पूछा कि ये मोजे पहनकर कितने दिन हो गए? അവൻ പറഞ്ഞു വാങ്ങിച്ചിട്ട് ഇതുവരെ കഴുകിട്ടേ ഇല്ല. तो उसने कहा कि जब से मैंने खरीदा है आज तक मैंने नहीं धोया है करके। ഈ പാസ്റ്റർ ഞായറാഴ്ച കടകളൊന്നും തുറക്കത്തില്ല. हमें ये जो रविवार के दिन ये दुकान बिल्कुल नहीं खुलता। എന്നാൽ ഒരു കടക്കാരൻ അവന്റെ കടയാണ്, അവൻ അവിടെ തന്നെ താമസിക്കുന്നത്. അവനെ വിളിച്ചുണർത്തിയിട്ട് അവന്റെ കടയിൽ നിന്ന് ഒരു സോക്സ് മേടിച്ചു. आमेन। तो ये पासवान एक दुकान में गया और जो दुकानदार है वो वहीं पे रहता था, उसको बुलाकर एक नया मोजा इस व्यक्ति को दिलाया। എന്നിട്ട് അവനോട് പറഞ്ഞു നീ പുതിയ സോക്സ് ഇട്ടുകൊണ്ട് ഇനി അകത്ത് കയറിയാൽ മതി. और उस व्यक्ति से कहा कि तुम अपने मोजे को बदलकर नया मोजा पहनकर ही तुम्हें अब कलीसिया में आना है। എന്തായാലും പാസ്റ്റർക്ക് വലിയ സന്തോഷമായി. इसके बाद परमेश्वर दास को बहुत ही खुशी मिली। ഇവൻ പുതിയ സോക്സ് ഒക്കെ ഇട്ട് നല്ല തിളങ്ങുന്ന വെളുത്ത സോക്സ് ഒക്കെ ഇട്ട് സഭാഹോളിൽ കയറി വന്നു. और ये नया मोजे पहनकर हमें कलीसिया के अंदर आया। പക്ഷേ നാറ്റം പോകുന്നില്ല. इसके बाद भी बदबू बिल्कुल नहीं जा रहा, ഒരു ഐഡിയയും കിട്ടുന്നില്ല. हमें बिल्कुल समझ नहीं आ रहा। ഇനി വേറെ ആരുടെയെങ്കിലും കാലേ കാണോ? हमें पासवान ने सोचा कि आप किसी और का पैर सूंघना पड़ेगा। പിന്നെയും പാസ്റ്റർ തലയിൽ ഒരു ബുദ്ധി വന്നു. और फिर से पासवान के ऊपर एक बुद्धि आया। അവന്റെ അടുത്ത് തന്നെ തിരിച്ചു ചെന്നു. फिर से उस व्यक्ति के पास पासवान जाते हैं। അവനോട് ചോദിച്ചു उससे पूछा നിന്റെ കാലിൽ കിടന്ന സോക്സ് എന്ത് ചെയ്യും? कि तुम्हारे पैर में जो मोजा पड़ा था वो कहाँ है? അതെന്റെ പോക്കറ്റിൽ ഞാൻ വെച്ചിരിക്കുന്നു. तो उस व्यक्ति ने कहा कि वो मोजा मैंने अपने जेब में डाला है करके। തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികില്ല. അത് ഏറ്റു പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഏറ്റു പറഞ്ഞാൽ പോരാ, അത് തീയിൽ വലിച്ചെറിഞ്ഞ് കളയണം. हमें जो अपने पाप को छिपाता है उसको कभी भी शुभ नहीं आएगा। इसलिए उसको क्या करना है? अपने पाप को अंगीकार करके उसको अपने जीवन से फेंक देना है।
ഈ ജനറേഷനിൽ കുളിക്കണ്ട, നനയ്ക്കണ്ട. ആമേൻ. ഒരു ജീൻസ് 2 മാസം മുമ്പേ ഇട്ട ജീൻസ്, അതിന്റെ കളർ കണ്ടേച്ചാൽ മതി. ഇപ്പം ആ കളർ തന്നെ ഒരു ഭാഷണ. आज की पीढ़ी ऐसी हो गई है कि ना नहाना है ना धोना है। जो जीन्स 2 महीने पहना था आज भी वो पहन कर घूमते हैं। പണ്ടൊക്കെ ഇന്നർ വെയർ അവർ ഉപയോഗിക്കുന്ന വേറെ ആരും ഉപയോഗിക്കത്തില്ല. ഇത് ഏതെങ്കിലും ഒരുത്തൻ കഴുകിട്ടാൽ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. हमें पुराने समय में जो अंदर पहनते थे वो अगर उपयोग करता है तो कोई और उसका इस्तेमाल नहीं करता था, परंतु आज का समय अगर उसको धोकर डालते हो तो कोई और छीन के ले जाता है। പെർവേർട്ടർ ജനറേഷൻ ആണ്. മുടി വെട്ടത്തില്ല, മുടി കുളിക്കത്തില്ല. हमें बहुत ही गंदा एक पीढ़ी है, वो अपने बाल भी नहीं काटते हैं ना वो नहाते हैं। ഒരു വീടിന്റെ വിശുദ്ധി എന്ന് പറയുന്നത്, വീടിന്റെ ഭംഗി എന്ന് പറയുന്നത്, ഐശ്വര്യം എന്ന് പറയുന്നത്, വൃത്തി എന്ന് പറയുന്നത് കിച്ചണും ബാത്റൂമാണ്. हमें एक घर का जो सुंदरता है या पवित्रता जो है वो उसके रसोई घर और बाथरूम होता है। ഞാൻ സഭയിൽ ഇത് പ്രസംഗിക്കുകയും ചെയ്യും. എന്നിട്ട് ഇവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പോകണ്ടായെങ്കിലും ഞാൻ ടോയ്ലറ്റിൽ ഒന്ന് പോകും, എന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി. अमन मैं ये कलीसिया में प्रचार भी करता हूँ और उनके घर जाकर भले ही मुझे जाना ना हो पर भी मैं सब जाकर देखता हूँ। ഞാൻ ഏതെങ്കിലും വീട്ടിൽ ചെന്നിട്ട് വാഷ്റൂം എന്ന് പറയുമ്പോൾ സഹോദരിമാരോടൊന്ന് ഓട്ടം, ചില്ലറ ഓട്ടം അല്ല. मैं अपने विश्वासी घर जाकर जैसे ही शौचालय बोलता हूँ वहाँ की बहनें सब डर जाती है। ഒരു കൂട്ടം മുടി അവിടെ, മറ്റൊരു കൂട്ടം മുടി അവിടെ, വേറെ ഒരു കൂട്ടം മുടി ഇവിടെ. बाल का टुकड़ा यहाँ पड़ा है वहाँ पड़ा है, ऐसे हर जगह पड़ा हुआ है। പറയാൻ പറ്റാത്തതാണ് കുറെ, എന്നാലും പറയാം. ചില പാടുകൾ അവിടെ വെച്ചിരിക്കുന്നു, ചില പാടുകൾ ഇവിടെ വെച്ചിരിക്കുന്നു. मुझे कहना तो नहीं चाहिए पर बाथरूम में वहाँ पर कुछ और कुछ वस्त्र पड़ा हुआ है, यहाँ पर कुछ दाग पड़े हुए, ऐसे सब है। പാസ്റ്റർ വല്ലപ്പോഴല്ലേ വരുന്നുള്ളൂ. യേശു എല്ലാ ദിവസവും നിങ്ങളുടെ വീട്ടിലുള്ളതല്ലേ. पांचवा तो कभी कभी आता है, परंतु यीशु मसीह तो आपके घर में हमेशा रहता है। യേശു ക്രിസ്തു നിങ്ങൾ പറയുന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. യേശു ക്രിസ്തു എല്ലാ സ്ഥലത്തും ഇല്ലേ. यीशु मसीह तुम्हारे बोलने में नहीं चलता है, परंतु हर जगह यीशु मसीह होते हैं। നിങ്ങളുടെ ടോയ്ലറ്റ് തിളങ്ങുന്ന, ഒരുപക്ഷെ സിമെന്റ് ഇട്ടതായിരിക്കാം, ഒരുപക്ഷെ പഴകിയതായിരിക്കാം, ഉള്ളത് വൃത്തിയായിട്ട് സൂക്ഷിക്കണം. हमें तुम्हारा जो शौचालय है वो बहुत ही खूबसूरत होना जरूरी है, भले उसमें सीमेंट हो, टाइल हो या पुराना हो, पर जैसा भी हो आपको उसको हमेशा अच्छा रखना है। നിങ്ങളുടെ കിച്ചൺ ഓരോ സമയവും നിങ്ങൾ ക്ലീൻ ചെയ്തിരിക്കണം. आपका रसोई घर आपको हमेशा हमेशा साफ करना जरूरी है, കാരണം നമ്മുടെ ദൈവം പരിശുദ്ധിയിൽ വാഴുന്ന ദൈവമാണ്. क्योंकि हमारा परमेश्वर पवित्रता में वास करता है। വൃത്തികേടുള്ളിടത്ത്, മലിനതയുള്ളിടത്ത്, അശുദ്ധിയുള്ളിടത്ത് നമ്മുടെ ദൈവം വസിക്കത്തില്ല. परमेश्वर जहाँ गलती है, जहाँ गंदा है, जहाँ बिल्कुल अपवित्र, वहाँ पर कभी भी परमेश्वर वास नहीं करता है। ഒരു സഹോദരി വന്ന് പറയുകയാണ്, പാസ്റ്ററെ ദൈവം നമ്മുടെ ഹൃദയമല്ലയോ കാണുന്നത്. तब एक बहन मेरे पास आके कहती है कि हे पासवान, परमेश्वर तो हमारे दिल के अंदर वास करता है। കർത്താവ് നിന്റെ ഹൃദയവും കാണുന്നുണ്ട്, നിന്റെ ശരീരവും കാണുന്നുണ്ട്, നിന്റെ പുറമേ ഉള്ളതും കാണുന്നുണ്ട്. परमेश्वर आपका हृदय भी देखता है, आपका शरीर भी देखता है और आपका बाहरी जीवन को भी वो देखता है। അകമുണ്ടാക്കിയവനാണ് പുറമെ ഉണ്ടാക്കിയിരിക്കുന്നത്. हमें जिस परमेश्वर ने अंदरूनी चीजें बनाई हैं उसने ही बाहर की चीजें भी बनाई है। നമുക്ക് ജീവിത വിശുദ്ധി ആവശ്യമാണ്, ആത്മവിശുദ്ധി ആവശ്യമാണ്, ശാരീരിക വിശുദ്ധിയും ആവശ്യമാണ്. हमें जीवन में पवित्रता जरूरी है, आत्मा में पवित्रता जरूरी है और शारीरिक रूप से पवित्रता भी बहुत जरूरी है। ആൺപിള്ളേരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുന്ന ജീൻസ് വാടകയുള്ളതാണോ എന്നൊന്ന് മണപ്പിച്ച് നോക്കണം. हमें जितने भी लड़के हैं, जो जीन्स आप पहन के घूमते हो उससे बदबू आ रही है कि नहीं आपको जांचना जरूरी है। നിങ്ങൾ ഇത് മണപ്പിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല, നിങ്ങൾ വേറെ ആരുടെയെങ്കിലും കൊണ്ട് മണപ്പിച്ച് നോക്കണം. अगर आपको समझ में नहीं आ रहा है तो किसी और के पास जाकर आपको ये अपना जीन्स घुमाना है। കാരണം മീൻചന്തയിലേക്ക് കയറുമ്പോൾ വെളിയിൽ നിന്ന് പോകുമ്പോൾ ഭയങ്കര നാറ്റമാണ്, ദുർഗന്ധമാണ്. हमें जब हम मछली घर से अगर जब से दूर से हम जब जाते हैं तो बहुत बदबू आती है। എന്നാൽ മാർക്കറ്റിനകത്ത് കയറി മത്സ്യങ്ങളെല്ലാം ഒരു റൗണ്ട് കണ്ടു കഴിയുമ്പോൾ അയില, മത്തി, രേഹു, ഗീഗി എല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്ക് വാട എവിടെയോ പോയി. परंतु जब मछली मार्केट के अंदर जाकर जब हम सब कुछ देखते हैं, जांचते हैं तो बदबू गायब हो जाता है। വാട എങ്ങും പോയിട്ടില്ല, വാട അവിടെ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ വാടയുമായിട്ട് അഡ്ജസ്റ്റ് ആയി. हमें बदबू कहीं नहीं गया है, परंतु हमने बदबू के साथ एडजस्टमेंट कर लिया है। പിന്നെ അത് അറിയണമെങ്കിൽ നമ്മൾ വെളിയിൽ ശുദ്ധവായുവിൽ വന്നെങ്കിലേ തിരിച്ചറിയത്തുള്ളൂ. अगर हमें वापस बदबू को समझना है तो शुद्ध वायु में आना बहुत जरूरी നമ്മൾ है। പാപത്തിൽ എൻജോയ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് അകപ്പെട്ടു പോയത് നല്ലതാണ്, അത് വിശുദ്ധിയാണെന്ന് വിചാരിക്കും. अगर हम पाप में घुल मिल जाते हैं तो बहुत ही अच्छा है करके हमें समझ में आता है। അപ്പോൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? ഉടനൊന്ന് പ്രാർത്ഥിക്കണം. इसलिए हम परीक्षा में ना पड़े, इसलिए जागरूक होकर प्रार्थना करना बहुत जरूरी है। ഈ ലോകത്തിൽ വളരെ വലിയ സംഭവങ്ങൾ നടക്കാൻ വേണ്ടി പോകുകയാണ്. इस आने वाले समय में इस दुनिया में बहुत बड़े
बड़े बड़े घटनाएं होने वाली है। ലോകാവസാനം അടുത്ത് വാതിക്കൽ വന്നെത്തി നിൽക്കുകയാണ്. हमें इस दुनिया का अंत बहुत नजदीक आ चुका है। ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങൾ നമ്മുടെ കർത്താവ് പറഞ്ഞു കഴിഞ്ഞു. हम इस दुनिया में होने वाली घटनाओं को परमेश्वर हमें पहले ही बता चुका है। പ്രവാചകന്മാർ വന്ന് അനേകരെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നു. हमें झूठे भविष्यवक्ता सबको धोखे में डाल रहे हैं। രാജ്യം രാജ്യങ്ങളോടും ജാതി ജാതികളോടും എതിർക്കുകയാണ്. राज्य राज्य से लड़ाई कर रहा है, जाति जाति के विरोध कर रहा है। ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. आजकल और भूकंप इधर उधर होते हुए हम सुन सकते हैं। അവസാനത്തെ ഒരു ലക്ഷണം there will be great pestilence, there will be great pandemic. और सब अंत में होने वाली बात यह है कि सबसे बहुत बड़ी एक महामारी आने वाले दिनों में होने वाली है। महामारी आ जाएगा, वो एक महामारी को हमने देखा है ऑलरेडी. हम पहले ही एक महामारी को देख चुके हैं और आने वाले समय में महामारी आएगा। ഇതുപോലെ ഒരു മഹാമാരി ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ല. इतनी बड़ी महामारी इस दुनिया में आज तक नहीं देखा गया। കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് മുമ്പുള്ള അവസാനത്തെ ഒരു ലക്ഷണമാണ് മഹാമാരി. यीशु मसीह के आगमन से पहले हमें होने वाली एक घटना है ये महामारी। മഹാമാരി എന്നല്ല, മഹാമാരികൾ പെസ്റ്റിലൻസസ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. महामारियां होंगी, बहुत सारी महामारी ഇനി होगी। ഇതിനേക്കാൾ വലിയ മഹാമാരി പൊട്ടിപ്പുറപ്പെടും. इससे बड़ी महामारियां आने वाली है। എല്ലാവരും പറഞ്ഞു കൊറോണ പിശാച് പോയി രക്ഷപ്പെട്ടെന്ന്. सबने बोला कि कोरोना शैतान जाग चुके, हम बच गए। വിശ്വാസികളും പലരും പറഞ്ഞു ഇത് പിശാച് കൊണ്ടുവന്നതാണെന്ന്. हमें परमेश्वर के बच्चों ने भी इस प्रकार विश्वासियों ने कहा कि ये शैतान के द्वारा आया था। വെളിപ്പാട് പുസ്തകത്തിൽ ബാധകളുടെ മേൽ അധികാരം നമ്മുടെ ദൈവത്തിന് മാത്രമാണ്. परंतु प्रकाशित वाक्य में इस प्रकार लिखा है कि हमें ऐसे बाधाओं के ऊपर अधिकार परमेश्वर ने हमको दिया है करके। ഈ പ്രപഞ്ചത്തിൽ ഒരു ഇല ചലിക്കണമെങ്കിൽ, ഈ പ്രപഞ്ചത്തിൽ ഒരു മണ്ഡരി ഇളകണമെങ്കിൽ സൃഷ്ടാവ് അറിയാതെ നടക്കത്തില്ല. अगर इस भूमंडल में अगर एक पत्ता हिलना है, अगर एक रेत अगर इधर उधर जाना है, तो परमेश्वर के जाने बगैर कुछ भी नहीं होता है। ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം നിങ്ങളുടെ ദേശത്ത് മഹാമാരി അയക്കുന്നത് എന്തിനാണെന്നറിയോ? മനം തിരിയുവാൻ, ദുർമാർഗങ്ങളെ പാപവഴികൾ വിട്ടു തിരിയുവാൻ. परमेश्वर का वचन कहता है कि परमेश्वर तुम्हारे यहाँ पर महामारी क्यों भेजेगा? ताकि तुम मन फिराकर अपने पापों को अंगीकार कर वापस परमेश्वर की ओर। നമ്മുടെ കൺമുമ്പിൽ അനേകർ പിടഞ്ഞു മരിക്കുവാനിടയായി തീർന്നു. हमारे आंखों के सामने कई लोग ऐसे सह सहकर मर चुके हैं। സ്വന്തം അമ്മയ്ക്ക് സ്വന്തം മകന്റെ മുഖം കാണുവാൻ കഴിയാതെ കൊണ്ടുപോയി മറവ് ചെയ്തു. एक माँ अपने बच्चों को भी नहीं देख पाई, ऐसे उस बच्चे को ले गए। സ്വന്തം ഭാര്യയ്ക്ക് ഭർത്താവിന് ഒരു ചുംബനം കൊടുക്കാൻ കഴിയാതെ, മുഖം കാണിക്കാതെ കൊണ്ടുപോയി കുഴിച്ചിട്ടു. हमने एक पत्नी अपने पति को बिना देखे उसको जाकर गाड़ दिया। വലിയ ദുരന്തത്തിലൂടെ നമ്മൾ കടന്നുപോയി. बहुत बड़ी मुश्किलों से हम गुजर चुके ഇത് हैं। കാണുമ്പോൾ നമ്മളിൽ മാനസാന്തരം ഉണ്ടാകണമായിരുന്നു, ദൈവത്തിങ്കിലേക്ക് തിരിയണമായിരുന്നു. हमें ये सब देखकर हमें मन फिराना बहुत जरूरी था। എന്നാൽ കൊറോണ വന്നിട്ട് പോയി, പക്ഷേ നമ്മൾ ഇതുവരെ ഈ മാനസാന്തരപ്പെട്ടില്ല. हमें कोरोना आया और जा चुका है, परंतु अभी तक हमने मन नहीं फिराया है। 30% ആളുകൾ സഭയിൽ പോകുന്നത് നിർത്തിവെച്ചിരിക്കുന്നു. 30% लोगों ने कलीसिया में जाना ही बंद कर दिया। പലരും പാസ്റ്ററോട് വെറുപ്പോട് കൂടെ നോക്കുന്ന കാരണം സൂമിൽ മതി എന്നാണ് അവർ പറയുന്നത്. कई लोग पास्टरों से लड़ते हैं और कहते हैं कि हमें जूम में ही मीटिंग चाहिए। ജനങ്ങൾ ആത്മീയമായി മരിക്കുവാനിടയായിട്ട് हमें लोग आत्मिक रूप से मरते हुए जा रहे എന്നാൽ हैं। ഇതിന്റെ ഇടയ്ക്ക് ആളുകൾ ഉണരുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. परंतु अब ये ना भूले कि इसके बीच में भी छोटे से झुंड यहाँ पर जागरूक हो रहे हैं। ദാനിയേൽ 12:10 വായിക്കുന്നു, ഇതൊക്കെയും കാണുമ്പോൾ നീതിമാന്മാർ ഇതൊക്കെയും കാണുമ്പോൾ തന്നെ തന്നെ ശുദ്ധീകരിക്കും. हमें दानियल 12:10 में इस प्रकार लिखा है, जब ये घटनाएं सब होगी तब जो पवित्र लोग हैं अपने आप को और पवित्र करना जरूरी है। ഇതെല്ലാം കണ്ടിട്ട് ഒരു മാനസാന്തരമില്ലാതിരിക്കുന്ന ദുഷ്ടന്മാർ നശിച്ചു പോകും. हमें ये सब देखने के बाद भी जो मन नहीं फिराते हैं वे दुष्ट लोग नाश हो जाएंगे। യിരെമ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, പക്ഷേ നാമോ രക്ഷിക്കപ്പെട്ടില്ല. हमें जिस एरिया की पुस्तक में इस प्रकार पढ़ते हैं कि कट्टी सब कुछ हो चुका है, परंतु आज तक हमने उद्धार नहीं पाया है। പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നും എഴുന്നേറ്റും പ്രാർത്ഥിക്കുകയും. इसलिए हम परीक्षा में ना पड़े, इसलिए जागरूक होकर प्रार्थना करना बहुत जरूरी है। ഇനി വരാനുള്ളത് ഘോരവും ഭയങ്കരവുമായ നാളുകളാണ്. हमें जो आने वाले समय है बहुत ही भयानक और भयंकर समय है। വലുതും ഭയാനകവുമായ ഭയങ്കരവുമായ നാളുകളാണ് വരാൻ വേണ്ടി പോകുന്നത്. आने वाला समय ऐसा समय है जो बहुत ही भयानक होगा। അത് വചനത്തിൽ എഴുതിയിരിക്കുന്നു, ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനി മേലാൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടകാലം. परमेश्वर का वचन कहता है कि आज तक जो नहीं हुआ है ना फिर कभी होगा, ऐसा एक कष्ट का समय आने वाला है। കള്ളന്മാര് വ്യാജന്മാര് പറഞ്ഞിരുന്നു കൊറോണ പോയി, ഇനി അനുഗ്രഹത്തിന്റെ വർഷങ്ങളായിരിക്കും. झूठे लोग, ऐसे धोखा देने वाले लोग कहा कि कोरोना जा चुका है, अब आशीष के दिन है करके, ഇനി സമൃദ്ധിയുടെ നാളുകളായിരിക്കും. अब जो है और बढ़ोतरी का दिन है करके कहा। എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു ഇത് അന്ത്യനാഴികയാകുന്നു. परंतु परमेश्वर का वचन कहता है कि ये अंत का समय है। നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും
സമീപമായിരിക്കുന്നു. मेरे यीशु मसीह का आगमन बहुत नजदीक है. ദൈവം പരിശുദ്ധനാണ്, സ്വർഗം പരിശുദ്ധമാണ്. मेरा परमेश्वर पवित्र है और स्वर्ग भी पवित्र है. വിശുദ്ധർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയത്തുള്ളൂ. इसलिए सिर्फ पवित्र लोग ही स्वर्ग राज्य में प्रवेश कर पाएंगे. അശുദ്ധരായ പാപത്തിൽ ജീവിക്കുന്ന ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല. अशुद्ध जो पाप में जीते हैं वो कभी भी स्वर्ग राज्य में नहीं प्रवेश करेंगे. അപ്പം പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ, ഇത് സംഭവിക്കാനുള്ള എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടതിനും ദൈവപുത്രന്റെ മുമ്പാകെ നിൽക്കുവാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിനും സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. इसलिए ताकि हम परीक्षाओं से बच सके, आने वाले समय से हम बचाए जा सके और परमेश्वर के सामने बिना लज्जे के साथ खड़े हो सके, इसलिए हमें प्रार्थना करना बहुत जरूरी है. വീണ്ടും പറയുന്നു, പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി വിട്ടുപോകത്തില്ല. परमेश्वर का वचन फिर कहता है कि प्रार्थना के बगैर ये जाति आगे नहीं जाएगी. അത് कहते ഹിന്ദു ജാതിയോ മുസ്ലിം ജാതിയുടെ കാര്യമൊന്നുമല്ല അവിടെ यहाँ പറയുന്നത്. पर परमेश्वर हिंदू जाति या मुस्लिम धर्म के बारे में नहीं कहता है. നമ്മുടെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന കുറെ ജാതികളുണ്ട്, ദുഷ്ട സ്വഭാവങ്ങളുണ്ട്. हमारा हृदय के अंदर वास करने वाली कई जातियां हैं, कई दुष्ट स्वभाव हैं. പകയുടെ ആത്മാവ്, പിണക്കത്തിന്റെ ആത്മാവ്, വെറുപ്പിന്റെ ആത്മാവ്, ക്രോധത്തിന്റെ ആത്മാവ്, ഇങ്ങനെ പൈശാചികമായതെല്ലാം പുറത്തു പോകണം. हमें बदला लेने की आत्मा, हमें बुरे काम करने की आत्मा, गुस्सा करने की आत्मा, ऐसी सारी आत्माएं हमारे अंदर से बाहर जाना जरूरी है. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണമാണ് ആദ്യം നടക്കുന്നത്. इसलिए प्रार्थना करते समय सबसे पहले हमारे जीवन में शुद्धिकरण होता है. പ്രാർത്ഥനയാലും ഉപവാസത്താലും നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി കടന്നു വരുവാനിടയായിത്തീരും. प्रार्थना के द्वारा और उपवास के द्वारा पवित्रता ही हमारे जीवन के अंदर प्रवेश करता है. അസൂയ മറ്റൊരു പാപമാണ്. हमें जलन एक दूसरा भाग है. മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയണം. हमें दूसरों के भलाई को देखकर हमें भी खुश होना जरूरी है. നമ്മളെക്കാൾ മാർക്ക് കുറഞ്ഞ് ജസ്റ്റ് പാസ്സായ ഒരാൾക്ക് നല്ലൊരു ജോലി കിട്ടുമ്പോൾ നമ്മൾ അതിൽ സന്തോഷിക്കണം. हमें जो हमसे कम मार्क्स लेकर आता था, अगर उसको अच्छे एक नौकरी मिलता है तो वो देखकर भी हमें खुशी मनाना है. നമ്മളെക്കാൾ ക്വാളിഫിക്കേഷൻ കുറവുള്ള ഒരാൾക്ക് ഒരു കമ്പനി മാനേജറായി പ്രൊമോഷൻ കിട്ടിയാൽ നമ്മൾ സന്തോഷിക്കണം. अगर हमसे कम योग्यता वाले को अगर एक अच्छी नौकरी मिलती है, अगर वो मैनेजर बन जाता है तो वो देखकर भी हमें खुश होना है. ഹല്ലേലൂയ. हालेलुया. നമ്മുടെ ശരീരത്തോട് പോരാടുന്ന ചില ജാതികളുണ്ട്. हमें हमारे शरीर के विरुद्ध कार्य करने वाले ऐसे कई प्रकार की जातियां हैं. നമ്മൾ വിചാരിക്കും പ്രായം കൂടുന്തോറും നമ്മുടെ പാപ സ്വഭാവങ്ങളെല്ലാം കുറയുമെന്ന്. हम सोचते हैं कि जैसे हम बड़े होते जाते हैं पाप का स्वभाव हमसे दूर जाता है. ഒരു സ്ഥലത്ത് 60 വയസ്സിൽ പ്രായം കൂടിയ ദൈവദാസന്മാരുടെ ഒരു യോഗം നടക്കുകയായിരുന്നു. एक जगह में 60 साल से ऊपर परमेश्वर के दासों का एक संगति चल रहा था. പാടാൻ ചെന്നത് ചെറുപ്പക്കാരനായ ഒരു പാസ്റ്ററാണ്. और जो गीत गाने गया था वो कम उम्र वाला एक परमेश्वर का दास था. ആ പ്രായമുള്ള ദൈവദാസന്മാരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുമോ? तब वो जो कम उम्र वाला परमेश्वर दास उन बुजुर्गों से पूछता है कि क्या इस प्रकार की बातें आपके मन में आती है क्या? അതിനകത്ത് ദൈവദാസന്മാർ പറഞ്ഞത് ഇങ്ങനെയാണ്, മക്കളെ, ഞങ്ങൾക്ക് വേണ്ടി അധികം പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. उसमें से एक बुजुर्ग परमेश्वर दास ने कहा कि इसलिए हमारे लिए सबसे ज्यादा प्रार्थना करना बहुत जरूरी है. പ്രായം ഒരു വിഷയമല്ല പിശാചിന്. हमें उम्र एक विषय नहीं है शैतान के लिए. നമ്മുടെ ചിന്തകൾ നല്ല സ്ട്രോങ് ആണ്, ശരീരം അല്പം വീക്ക് ആണെങ്കിലും. हमें हमारी सोच बहुत ही ज्यादा शक्तिशाली होती है, भले ही हमारा शरीर कमजोर हो. ഡിസയേഴ്സ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അതിനെ ജയിക്കുവാനുള്ള അഭിഷേകം ആവശ്യമാണ്. ऐसी अभिलाषा जब हमारे जीवन में आती है उसके ऊपर जीत प्राप्त करना बहुत जरूरी है. പിശാചിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഏത് പ്രായമായാലും നീ ദൈവരാജ്യത്തിൽ കടക്കരുത്. में शैतान का सिर्फ एक लक्ष्य है, कुछ भी उम्र हो आपकी, आप स्वर्ग राज्य में कभी भी प्रवेश ना करो. മരിക്കുന്നതിന് തൊട്ട് മുമ്പെങ്കിലും നിന്നെ കൊണ്ട് പാപം ചെയ്യിച്ചിട്ട് നിന്നെ നരകത്തിൽ എത്തിക്കാനാണ് അവൻ പരിശ്രമിക്കുന്നത്. हमें वो पूरे परिश्रम करता है कि मरने के कुछ समय पहले ही तुमसे पाप करवा के तुम्हें नरक की ओर ले जाए. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതിനെ മൂന്നിനെയും ജയിക്കണം. हमें शरीर का मोह, हमें आंखों की अभिलाषा, संसार की अभिलाषा, इन तीनों के ऊपर हमें जीत प्राप्त करना है. ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത് ജി 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 ഈ മൂന്ന് ജിയെ ജയിക്കണം. हमें एक पुस्तक में मैंने पढ़ा 3 जी जी जी, इन तीनों के ऊपर हमें जीत प्राप्त करना जरूरी है. ഫസ്റ്റ് കേള്, सेकंड गोल्ड, थर्ड ग्लोरी. हमें पहला था गर्ल मतलब लड़की, दूसरा गोल्ड मतलब सोना और तीसरा है ग्लोरी मतलब महिमा. ഒരുപക്ഷേ എല്ലാ വിശുദ്ധന്മാരും ഈ വുമൻസ് ടെസ്റ്റിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. हमें हो सकता है जितने पवित्र लोग हैं स्त्रियों के विषयों से उनको गुजरना बहुत जरूरी होगा. അതിനെ ജയിക്കണമെങ്കിൽ അപാരമായ ദൈവത്തിന്റെ ശക്തി ആവശ്യമാണ്. अगर उसके ऊपर जीत प्राप्त करना है तो परमेश्वर के असीम सामर्थ होना जरूरी है. ദൈവകൃപയിൽ കത്തി ജ്വലിച്ചു നിന്ന പല അഭിഷിക്തന്മാരും ഇതിനകത്ത് പരാജയപ്പെട്ടു പോയി. जो परमेश्वर की सामर्थ में बहुत
बहुत भरे हुए ऐसे कई परमेश्वर के दास आज पराजित हो चुके हैं। ദാവീദിനകത്ത് പരാജയപ്പെട്ടു. ജ്ഞാനികളിൽ ജ്ഞാനിയായ ദാവീദിന്റെ മകനും പരാജയപ്പെട്ടു പോയി. दाऊद भी इस विषय में हार गया था। ज्ञानियों में ज्ञानी दाऊद का पुत्र सोलोमन भी इस विषय में हार गया था। അഭിഷിക്തനായ ശിംശോനും പരാജയപ്പെട്ടു പോകുവാനിടയായിത്തീർന്നു. परमेश्वर का अभिषिक्त दास शिमशोन भी इस विषय में हार गया, എന്നാൽ ജോസഫ് ഇതിനെ ജയിച്ചു. परंतु यूसुफ इसके ऊपर उसमें विजय पाया। ഈ പാപം തന്നെ വരിഞ്ഞു മുറുക്കിയിട്ടും भले इस पाप ने उसको बांधने की कोशिश करी, രക്ഷപ്പെടാനായിട്ട് ഒരു മാർഗവും ഇല്ലാതിരുന്നിട്ടും भले उसको बचने के लिए कोई भी रास्ता नहीं था, വസ്ത്രം നഷ്ടപ്പെട്ട് നേക്കടായിട്ടും भले उसके वस्त्र सब होने के बाद वो नंगा खड़ा हुआ था, താൻ പാപത്തിന് വഴങ്ങിയില്ല. वो कभी भी पाप के साथ समझौता नहीं किया। ഞാൻ നിന്നോട് ഈ പ്രവൃത്തി ചെയ്യേണ്ട ദൈവത്തോട് മഹാപാപം ചെയ്യുന്നത് എങ്ങനെ? अगर मैं तुम्हारे साथ इस प्रवृत्ति के द्वारा परमेश्वर से महापाप मैं कैसे कर पाऊंगा? കോളേജിൽ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന ആൺകുട്ടികൾ പെൺകുട്ടികളുടെ ശ്രദ്ധയ്ക്ക് कॉलेज में पढ़ने वाले स्कूल में पढ़ने वाले हमारे बच्चों यहाँ पर ध्यान दो। ഇങ്ങനെയുള്ള ഒരു ഹൈ ടെംപ്റ്റേഡ് സിറ്റുവേഷനിൽ ഹൈ പ്രഷറിൽ ഒരു പിയർ പ്രഷർ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ऐसी बहुत बड़ी परीक्षाएं जब आपके जीवन में आएंगी, പാപം ചെയ്യുവാനുള്ള എല്ലാ വഴികളും നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരുമ്പോൾ पाप करने के सारे रास्ते जब आपके नजदीक होंगे, രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലാതിരിക്കുമ്പോൾ जब बचने का कोई भी रास्ता नहीं होगा, നിങ്ങൾക്ക് ഒരുപക്ഷേ പാപം ചെയ്യുവാൻ താല്പര്യമില്ലായിരിക്കും, പക്ഷേ ആ പാപത്തിൽ അകപ്പെടുകയാണെങ്കിൽ हो सकता है अगर आपको भले ही पाप करने की इच्छा ना हो, पर भी अगर आप पाप में फंस जाते हो तो നിങ്ങൾ വല്ല വിധേനയും അവിടുന്ന് ഓടി രക്ഷപ്പെടണം. आपको तुरंत वहां से दौड़कर भाग जाना है। അവിടെ പാപമുണ്ട്, അവിടെ അശുദ്ധിയുണ്ട്, അവിടെ പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അല്പം ഹിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ജീവനും കൊണ്ട് പോയിക്കൊള്ളണം. जैसे ही आपको पता चला कि वहां पर पाप है, वहां पर फंसना हो सकता है, आप फंस जाएंगे। जैसे ही आपको पता चले वहां से आपको दूर भाग जाना है। കർത്താവ് പറയാണ്, പാപത്തോട് പോരാടുന്നത് പ്രാണത്യാഗത്തോളം നിങ്ങൾ പോരാടണം. आमीन। परमेश्वर कहता है कि आपके प्राण के अंत तक आपको पाप के विरुद्ध खड़े होना है। നിങ്ങളുടെ നടുവിലെ ആരെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന വിവാഹം കഴിയാത്ത ആരെങ്കിലും ഉണ്ടോ? क्या आपके बीच में ऐसा कोई है जो स्कूल में कॉलेज में या शादी नहीं हुई, ऐसा कोई है यहाँ पर? ഗേൾഫ്രണ്ട്, നിങ്ങൾക്ക് ഗേൾഫ്രണ്ട് ഉണ്ടോ? क्या आपको गर्लफ्रेंड है? ചിരിക്കുന്ന ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. है तो है, बोलो, आप हंसने की जरूरत नहीं है, हाथ उठाकर है तो। സഹോദരിമാരോട് ചോദിക്കണം, നിങ്ങൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ? യു ഹാവ് ഗേൾഫ്രണ്ട്? ദമാമിൽ രക്ഷിക്കപ്പെട്ട രണ്ട് പെൺകുട്ടികൾ അഹിതയും അഹല്യയും അഹിതയും. आमीन। दो परमेश्वर के जो उद्धार प्राप्त किए दो बेटियां थी। അവരവിടുത്തെ +2 കഴിഞ്ഞതിന് ശേഷം കേരള യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്തു. आमीन। वो +2 के बाद उन लोगों ने केरला यूनिवर्सिटी में एडमिशन लिया। അവരെ ആരും പഠിപ്പിച്ചതെല്ലാം അവർ ജീൻസ്, ദേ ആർ നോട്ട് വെയറിംഗ് ജീൻസ്. आमीन। उनको किसी ने सिखाया नहीं, वो उन्होंने आज तक कभी जीन्स नहीं पहना। മറ്റുള്ളവരെല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ധരിക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നത് ഷെയിം ഓൺ യു, ആർ യു ഗേ? हमें बाकी सारी लड़कियां पहन रही थी और उनसे पूछ रही थी कि आपको शर्म नहीं आता कि आप जीन्स नहीं पहनते हो करके। അടുത്ത ചോദ്യം, अगला सवाल, डोंट यू हैव बॉयफ्रेंड? अगला सवाल उन दोनों बेटी से करते हैं वो लोग कि क्या तुम्हारा कोई बॉयफ्रेंड नहीं है क्या? वी ऑल हैव बॉयफ्रेंड. हम सबों का एक बॉयफ्रेंड है। അവർ പറഞ്ഞു वी डोंट हैव बॉयफ्रेंड. उन्होंने कहा कि हमारा कोई भी बॉयफ्रेंड नहीं है। അവരെന്താ പറഞ്ഞത്? ഇറ്റ്സ് ഷെയിം ഓൺ യു, ആർ യു ഗേ? तब बाकी लड़की ने कहा कि तुम्हें शर्म आनी चाहिए, क्या तुम एक लड़की हो करके। കോളേജിൽ ചെല്ലുമ്പോൾ ഒരു ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ അത് ഷെയിമാണ്, ഒരു ഗേൾ ഫ്രണ്ട് ഇല്ലെങ്കിൽ അവൻ ഷെയിമാണ്. अगर कॉलेज में जाते हैं अगर बॉयफ्रेंड नहीं है, अगर आपको कोई प्रेमी नहीं है तो बहुत हमें शर्म की बात है उधर। ഇന്നത്തെ കാലഘട്ടമാണ്. ये अभी के समय की बात कर रहा हूँ। ആ പെൺകുട്ടികൾ എന്താ പറഞ്ഞെന്നറിയാമോ? तब उन दोनों बेटियों ने क्या कहा? We are love with Jesus Christ. तब उन्होंने कहा कि हम यीशु मसीह से प्रेम करते हैं करके। യേശു ക്രിസ്തുവിനെ സ്നേഹിച്ചു കഴിയുമ്പോൾ മറ്റാരെയും പിന്നെ സ്നേഹിക്കാൻ പറ്റത്തില്ല. हमें जब हम परमेश्वर यीशु मसीह से प्रेम करते हैं तो किसी और से हम प्रेम बिल्कुल भी नहीं कर पाएंगे। നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരിക്കാൻ പാടില്ല, ബട്ട് യു ക്യാൻ ഹാവ് എ ഫ്രണ്ട് ഗേൾ. हमें कभी भी एक प्रेमी नहीं होना चाहिए, पर एक स्त्री एक लड़की दोस्त आप बना सकते हो। You should not have a boyfriend, but you can have a friend boy. अमेन। आपको कोई प्रेमी नहीं होना चाहिए, परंतु आप लड़के दोस्त को रख सकते हो। If you are saying I love you to anybody, that should be your wife. अगर आप किसी भी कहते हो कि मैं तुमसे प्रेम करता हूं करके, वो आपकी खुद की पत्नी होनी चाहिए। Girls, if you are saying I love you to anybody, that should be
your husband. अगर आप लड़की, अगर आप किसी से मैं प्रेम करता हूं करके कहते हो तो वो खुद का पति होना चाहिए। ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണമാണ് the girl should be holy and virgin till their marriage. हमें परमेश्वर का वचन का नियम है कि जो लड़की है वो अंत जब तक वो शादी ना करे तब तक वो पवित्र होना जरूरी It है। is very very tough, it is very very big fighting, but you should fight, have a good fight and be victorious in the holy matrimonial. हमें ऐसा करना बहुत मुश्किल होगा, परंतु आपको लड़ना है और आपके शादी तक आपको पवित्र रहना है। ഒരിക്കൽ 13 വയസ്സുള്ള ഒരു ചെറുക്കൻ വന്നിട്ട് ചോദിച്ചു, അങ്കിളെ ഈ 13 വയസ്സിലെ ഈ സെക്സ്വൽ ഡിസയേഴ്സ് എന്തിനാ വരുന്നത്? हमें तब एक 13 साल के छोटे से लड़का मेरे पास आया और पूछता है कि ऐसे जो गंदी हरकतें करने की जो अभिलाषाएं कैसे हो सकती है इस उम्र में? Once their puberty starts or before after that when നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു പ്രായമാകുന്നെന്ന് തോന്നുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് ഈ സെക്സ്വൽ ഡിസയേഴ്സ് കടന്നു വരുന്നു। हमें एक उम्र के बाद बच्चों के मन के अंदर ऐसे सेक्सुअल डिजायर्स अभिलाषाएं आती है। അപ്പോൾ അവന് കൊടുക്കാനുള്ള മറുപടി ദൈവം എനിക്ക് തന്നു। और उनको देने के लिए एक उत्तर परमेश्वर ने मुझे दिया। അവൻ പറയുകയാണ് 13ാമത്തെ വയസ്സിൽ ആരും കല്യാണം കഴിക്കാൻ പോകുന്നില്ല, 17ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കാൻ പോകുന്നില്ല, 20ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കാൻ പോകുന്നില്ല, 25ാമത്തെ വയസ്സിലും പോകുന്നില്ല, എന്റെ ചേട്ടൻ 30ാമത്തെ വയസ്സിലാണ് കെട്ടിയത്, ഞാനും ഒരുപക്ഷെ 28 കഴിഞ്ഞിട്ടായിരിക്കും കെട്ടുന്നത്। तब वो बच्चा कहता है कि 13 साल की उम्र में कोई शादी नहीं करता, ना 15 की उम्र में करता है, ना 20 की उम्र में करता है, मेरा खुद का भाई 30 साल की उम्र में करा है और मेरा भी लगभग उसी उम्र में होगा करके। എന്തുകൊണ്ടാണ് ഈ ഡിസയേഴ്സ് ഉള്ളിലേക്ക് കടന്നു വരുന്നത്? ऐसी गंदी अभिलाषाएं कैसे हमारे मन के अंदर आती है? ദൈവത്തിന്റെ ആത്മാവ് തന്ന ഉത്തരം എന്താണെന്ന് അറിയാമോ? परमेश्वर की आत्मा ने जो उत्तर दिया वो ये है, നീ ഹോളി മാട്രിമോണിയൽ നിൽക്കുമ്പോൾ നീ ജയാളിയായിട്ടാണ് നിൽക്കേണ്ടത്। जब आप ये पवित्र शादी में जब खड़े रहोगे तब तुम्हें एक विजय प्राप्त एक व्यक्ति के समान खड़े होना है। 13 വയസ്സ് മുതൽ നീ യുദ്ധം ആരംഭിക്കണം। 13 साल की उम्र से तुम्हें युद्ध को आरंभ करना है। ജഡത്തോട് പോരാടുന്ന ജഡാഭിലാഷങ്ങളെ നീ ജയിച്ച് 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 നീ ജയാളിയായിട്ട് ഈ സ്റ്റേജിൽ കയറി വരണം। तुम्हें इस शरीर से, तुम्हारे शरीर के विरुद्ध में लड़ने वाले शारीरिक अभिलाष लड़ लड़कर तुम्हें यहाँ पर आगे आना है। ഈ യുദ്ധത്തിന് വേണ്ടിയാണ് ഈ ചിന്തകൾ ചെറുപ്പത്തിലേ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നത്। और इस युद्ध के लिए ही तुम्हारे मन में ऐसी चिंताएं बचपन से ही आती है। ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാപം കടന്നു വരാൻ പാടില്ല। कभी भी तुम्हारे जीवन में किसी भी प्रकार का पाप बिल्कुल भी नहीं आना चाहिए। മാതാപിതാക്കൾ പഠിപ്പിക്കണം, കുഞ്ഞുങ്ങൾ പെൺകുട്ടികൾ വിർജിനായി തന്നെ വിശുദ്ധിയോടുകൂടെ ജീവിക്കണം। हमें अपने माता पिता को सिखाना है कि आपकी जो बेटी जो है शादी तक हमें उसको वर्जिन रहना जरूरी है। ആൺകുട്ടികളും അവരുടെ വിവാഹം വരെ അവർ വിശുദ്ധരായിട്ട് പാപമില്ലാത്തവരായി അവർ ജീവിക്കണം। और लड़के भी उनके शादी तक हमें पवित्रता के साथ उनको जीवन बिताना है। മാതാപിതാക്കളെ പറഞ്ഞു കൊടുക്കുന്നില്ല, അവർക്ക് എന്തോ ഒരു ഷെയിം പോലാണ് തോന്നുന്നത്। आज के समय माता पिता ये कुछ भी नहीं बताते हैं क्योंकि उनको ये सब कहकर शर्म आता है। അത് എല്ലാ ദിവസവും പറഞ്ഞു കൊടുക്കാമെങ്കിൽ എല്ലാ ദിവസവും പറഞ്ഞു കൊടുക്കണം। अगर हो सके तो हर दिन ऐसी बातें हमें समझाना है उनको। നമ്മുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധിയോടുകൂടെ നിൽക്കേണ്ടത് നമ്മുടെ ആവശ്യകതയാണ്। हमें हमारे बच्चे पवित्रता में खड़े हो सके ये हमारी आवश्यकता है। ദൈവം ആ വിശുദ്ധ വിവാഹത്തിൽ ഇറങ്ങി വരണമെങ്കിൽ മാട്രിമോണി ഹോളി ആയിരിക്കണം। अगर परमेश्वर किसी शादी में उतर कर आना है तो वो शादी पवित्र होना जरूरी है। ദൈവം യോജിപ്പിക്കാത്ത കുടുംബങ്ങളെല്ലാം തകർന്നു പോകും। जो शादी को परमेश्वर नहीं जोड़ता है वो सब सर्वनाश हो जाता है। ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവം യോജിപ്പിക്കുന്ന വിവാഹങ്ങൾ മാത്രമേ നിലനിൽക്കത്തുള്ളൂ। परमेश्वर की उपस्थिति में दो परिवार को जो परमेश्वर जोड़ता है सिर्फ वही सफल रहेंगे। മാതാപിതാക്കളുടെ അനുഗ്രഹം ഉണ്ടായിരിക്കണം, ദൈവദാസന്മാരുടെ അനുഗ്രഹം ഉണ്ടായിരിക്കണം, കർത്താവിന്റെ സാന്നിധ്യത്തിലായിരിക്കണം വിവാഹം നടക്കേണ്ടത്। माता पिता के आशीर्वाद होना जरूरी है, परमेश्वर के दास का आशीर्वाद होना जरूरी है, परमेश्वर की उपस्थिति में ऐसे कार्य होने चाहिए। ഇന്ന് ഇങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഫാസ്റ്റ് ഫുഡ് മാരേജ് ആണ് നടക്കുന്നത്। हमें आज के समय ऐसा कुछ ही नहीं होता है, इसलिए फास्ट फूड शादी आजकल के समय होता है। 2 ആഴ്ച കൊണ്ട് തട്ടിക്കൂട്ടും, 3ാമത്തെ ആഴ്ച അടിച്ചു പിരിയും। हमें दो हफ्ते तक वो साथ में रहते हैं, तीसरे हफ्ते वो तलाक ले लेते हैं। ഇന്ന് കാണുന്ന മാട്രിമോണിയൽ പരസ്യങ്ങൾ മുഴുവനും ഫസ്റ്റ് ഹാൻഡ് അല്ല, സെക്കൻഡ് ഹാൻഡ് ആണ് പരസ്യങ്ങൾ മുഴുവനും। हमें आज के समय जो भी मैट्रिमोनी जो भी हमें बातें आती है वो सब पहले ही शादी कर चुके हैं, ऐसी अवस्था है। 3 ദിവസം 3 മാസം 3 ആഴ്ച താമസിച്ച് ഒരു കുടുംബം അടിച്ചു പിരിഞ്ഞു। हमें 3 हफ्ते जो परिवार साथ रहे थे उन लोगों ने तलाक ले लिया। 3 മാസം കഴിഞ്ഞ് അവരെ രണ്ടുപേരും പരസ്യം കൊടുത്തു। हमें 3 महीने बाद उन्होंने तलाक ले लिया। തന്റേതല്ലാത്ത കാരണത്താൽ
വേർപെട്ടിരിക്കുന്നു. आमेन। वो लोग भले कोई कारण नहीं है पर भी वो अलग अलग जीते हैं। അവൻ ഇങ്ങനെ പെണ്ണിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവന് യോജിച്ച വേറൊരു ആലോചന വന്നു. തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹമോചനം ചെയ്ത സുന്ദരിയായ യുവതി. तब वो जब वो लड़का फिर से शादी करने के लिए देख रहा था तब उसने देखा कि एक लड़की ऐसी मिली उसको जो पहले से शादीशुदा थी पर अभी वो अलग जीती है। എന്തായാലും അതിനകത്ത് കിട്ടിയ നമ്പർ അവൻ വിളിച്ചപ്പോൾ ഹലോ എന്ന് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് അവള് തന്നെയാണെന്ന്. आमीन। उसके बाद जब उसने उस लड़की को कॉल करके जब हेलो बोला तब उसको समझ में आया कि उसकी पहली पत्नी है करके। എല്ലാവരും അവരെ രണ്ടുപേരും എഴുതുകയാണ് തന്റേതല്ലാത്ത കാരണത്താൽ. हमें दोनों किसी न किसी बगैर कारण के अलग जीते हैं। വളരെ ഷെയ്മാണ് ഈ കാര്യങ്ങൾ. ये बहुत ही निराशा की बात है। ये പണ്ട് ദൈവസഭയിൽ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉച്ചരിക്കാൻ പോലും പാടില്ലായിരുന്നു. पुराने समय में कलीसिया में तलाक नाम के ये शब्द कभी इस्तेमाल नहीं होता था। ഡിവോഴ്സുകാരെ കല്യാണം കഴിപ്പിക്കുന്ന സ്പെഷ്യലിസ്റ്റുകാരുടെ ബഹളമാണ്. परंतु आज कलीसियाओं में ऐसे तलाक हुए लोगों की शादी करने वाली जगह है ये कलीसिया। ഇവരെല്ലാവരും വിളിച്ചു പറയുന്നുണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപരിക്കരുത് എന്ന്. अब ये खुद कहते हैं कि जिनको परमेश्वर ने जोड़ा है उनको मनुष्य कभी अलग ना करे। 3 ആഴ്ച കഴിഞ്ഞ് അഴിച്ചു പിടിഞ്ഞ് ഇവരെ വീണ്ടും കല്യാണം കഴിപ്പിക്കുക. हमें 3 हफ्ते के बाद तलाक के बाद फिर से इनकी शादी वो ഈ करवाते ലോകം हैं। വളരെ മ്ലേച്ഛതയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. हमें ये संसार गंदगी की ओर बढ़ रहा है। ജീവിതത്തിലെ ഏറ്റവും വിശുദ്ധമായ നിമിഷങ്ങളാണ് വിവാഹം എന്നുള്ള കാര്യം മറന്നു പോകരുത്. हमें जीवन में सबसे पवित्र एक दिन होता है शादी का समय। ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യമാർ, ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാർ, हमें पति को धोखे देने वाले पत्नियां, पत्नी को धोखा देने वाले पतियां, ഇവരെല്ലാവരും ദുർനടപ്പുകാരെ ദൈവം ഒരു ദിവസം ന്യായം വിധിക്കും. हमें इन सबों को परमेश्वर एक दिन जरूर न्याय करेगा। ഇനി ഇതിനെല്ലാം ജയിക്കുവാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, പ്രാർത്ഥന എന്ന് പറയുന്ന ഒരേ ഒരു കാര്യം. इन सबों के ऊपर विजय अगर हमें प्राप्त करना है तो वो सिर्फ और सिर्फ प्रार्थना के द्वारा होगा। വിവാഹത്തിന് മുമ്പ് പെൺകുട്ടികൾ തങ്ങൾക്ക് ലഭിക്കുവാനുള്ള കമ്പാനിയന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കണം. हमें शादी से पहले जितनी भी लड़कियां हैं आपके जो साथी के लिए आपको अच्छे से उपवास के साथ प्रार्थना करना है। ആൺകുട്ടികൾ വിവാഹത്തിന് മുമ്പ് തന്നെ തന്റെ ജീവിതത്തിലേക്ക് വരുവാനുള്ള ബ്രൈഡിന് വേണ്ടി അവർ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. जितने भी लड़के हैं शादी से पहले एक अच्छे साथी के लिए आपको उपवास और प्रार्थना करना है। കടന്നു വരുന്ന പെണ്ണ് ചൊവ്വുള്ളതല്ലെങ്കിൽ ജീവിതം ഖതം. अगर जो लड़की आपके जीवन में आती है अगर अच्छी नहीं है तो आपका जीवन खत्म हो गया। കടന്നു വരുന്ന പുരുഷൻ നല്ലതല്ല എങ്കിൽ ജീവിതം ഖതം. जो आपके जीवन में जो पुरुष आएगा अगर वो अच्छा नहीं है तो आपका जीवन भी खत्म। എപ്പോഴും നോക്കേണ്ടത് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലെങ്കിലും വലിയ പണമൊന്നുമില്ലെങ്കിലും ചെറിയ ബൈക്കേ ഉള്ളൂ എങ്കിലും പ്രാർത്ഥിക്കുന്ന ദൈവഭയമുള്ള ഒരു ചെറുക്കനാണോ എന്നാണ് നോക്കേണ്ടത്. आमीन। भले ही उसको बहुत सारी पढ़ाइयां ना होगी, अच्छा बाइक, अच्छी संपत्ति कुछ भी नहीं है, हमें सिर्फ ഞാൻ കൂടുതൽ പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ എന്നെ ഇവിടെ ഇറക്കി വിടും. എനിക്ക് അതുകൊണ്ട് നാളെ മാത്രമേ ഉള്ളൂ വണ്ടി. അതുവരെ എനിക്ക് താമസിക്കണം. अगर मैं ज्यादा कहूंगा तो हो सके कि आप मुझे यहाँ से निकाल दो और मेरी गाड़ी कल है इसलिए मैं यहाँ पर खत्म करूंगा। പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കണം. हमें जो कहना है वो कहना जरूरी നമ്മുടെ है। കുഞ്ഞുങ്ങൾക്ക് അവയർനെസ് ക്യാമ്പുകൾ ഉണ്ടാക്കണം. आमीन। अब हमारे बच्चों को जागरूक करने वाली ऐसी कैंप होना जरूरी है। ഞങ്ങളുടെ ചിൽഡ്രൻസ് ക്യാമ്പ് നടത്തി 400 കുഞ്ഞുങ്ങളെ ചിൽഡ്രൻസ് ക്യാമ്പ് നടത്തി അവരുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പേരെഴുതാതെ എഴുതി തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ 300 സ്ലിപ്പുകളാണ് ഞങ്ങൾക്ക് ഞെട്ടിത്തെറിച്ച് അമ്പരന്ന് പോയി ഈ പിള്ളേരുടെ ഉള്ളിൽ കിടക്കുന്ന ഓരോ കാര്യങ്ങൾ കേട്ടപ്പോൾ. आमीन। हमने एक चिल्ड्रंस कैंप चलाया था, वहां पर 400 बच्चे थे। जब हमने उनसे कहा कि आपके जीवन में जो हुआ है जो आपने आज तक नहीं बताया है वो लिख के दो करके, तो लगभग 300 ऐसे स्लिप हमें उस दिन मिले। ഈ സൺഡേ സ്കൂളിൽ യഹോവ എനിക്ക് നല്ലവനാകുന്നു എനിക്ക് മുട്ടുണ്ടാകത്തില്ല എന്ന് പഠിപ്പിച്ച് വിടാൻ വേണ്ടിയല്ല. आमीन। इस संडे स्कूल में मेरा परमेश्वर आमीन मेरा चरवाह है, मुझे कोई घटी नहीं होगी ऐसे बोलकर भेजना हमें नहीं है। കാലഘട്ടത്തിന്റെ ബോഷ്കിനെ പിശാചിനെ ജയിക്കുവാനുള്ള ദൈവകൃപ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. आमीन। इस समय में शैतान के ऊपर विजय प्राप्त करने के लिए जो अनुग्रह है हमें वो बच्चों को बताना बहुत जरूरी है। ഞാൻ എന്റെ വാക്കുകളിലൂടെ നിർത്തുകയാണ്. मैं अपने बातों को यहाँ समाप्त करता हूँ। ഒത്തിരിയും വചനങ്ങൾ നമ്മുടെ മുമ്പാകെ ഉണ്ട്. बहुत सारे वचन हमारे सामने हैं। മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. हमें बिना थके हमें निरंतर प्रार्थना करना है। മടുപ്പ് വരുന്നത് പ്രാർത്ഥനയിലാണ്. हमें थकावट जो है प्रार्थना के समय होता है। പ്രാർത്ഥനയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിലും പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. भले ही प्रार्थना करने की इच्छा तो है पर प्रार्थना नहीं कर पाते हैं। ഓരോ 2 മിനിറ്റിലും നമ്മുടെ മൊബൈലിലേക്കാണ് നമ്മുടെ കണ്ണ് പോകുന്നത്. हर 2 मिनट में प्रार्थना करते समय हम मोबाइल की ओर देखते हैं। മെസ്സേജ് വല്ലോ വന്നോ हम देखते कोई मैसेज मुझे आया है कि नहीं, വീഡിയോ വല്ലോ വന്നോ
വന്നു. क्या कुछ नया वीडियो आया है कि नहीं हम देखते हैं. ഓരോ 2 മിനിറ്റിൽ നമ്മുടെ കണ്ണ് മൊബൈലിലേക്ക് പതിയുക. हर 2 मिनट में प्रार्थना के समय हम मोबाइल की ओर नजर फेरते हैं. പലരുടെയും ബെഡിന്റെ അരികിൽ ഈ മൊബൈലാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. कई लोगों के हमें बिस्तर के नजदीक आजकल मोबाइल ने स्थान बना लिया है. ഓ രാത്രി ഏറെ വൈകി എന്നാലും കണ്ണടച്ചിട്ടൊന്ന് തുറന്നു നോക്കുകയാണ്. भली बहुत रात हो चुके हैं उसके बाद भी आंख बंद करके हम इस मोबाइल को ही देखते हैं. അറിയാതെ തന്നെ we falling in love with this mobile. हम अनजाने में ही आजकल मोबाइल से प्रेम कर बैठे हैं. നമ്മുടെ കർത്താവായിരിക്കണം എപ്പോഴും നമ്മുടെ സമീപത്ത്. इसलिए मेरे प्रियो हमारा परमेश्वर हमेशा हमारे नजदीक होना चाहिए. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. बिना थके हमें प्रार्थना करना है. ഉണർന്നും എഴുന്നേറ്റും പ്രാർത്ഥിക്കണം. हमें जागरूक होकर प्रार्थना करना है. രാവും പകലും പ്രാർത്ഥിക്കണം. हमें सुबह शाम रात हमेशा प्रार्थना करना है. പരീക്ഷയിലകപ്പെടാതിരിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. हम परीक्षाओं में ना पड़े इसलिए हमें प्रार्थना करना है. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. हमें निरंतर प्रार्थना करना है. പ്രാർത്ഥനയിൽ നമ്മൾ ഉറ്റിരിക്കണം. हमें निरंतर लौ लगाकर प्रार्थना करना है. പ്രാർത്ഥനയിൽ നമ്മൾ ജാഗരിക്കണം. हमें प्रार्थना में जागरूक होना है. പ്രാർത്ഥനയിൽ നാം പോരാടണം. हमें प्रार्थना में लड़ाई करना है. ഒറിജിനൽ യുദ്ധഭൂമിയാണ് പ്രാർത്ഥന. हमें प्रार्थना जो है एक सच्ची का एक युद्ध भूमि है. പ്രാർത്ഥനയിലാണ് സാത്താനുമായിട്ടുള്ള ഒറിജിനൽ വാർഫീൽഡ്. हम प्रार्थना में शैतान से लड़ाई करते हैं. പ്രാർത്ഥനയിൽ നാം പോരാടി ജയിക്കണം. हम प्रार्थना के द्वारा हमें विजय को प्राप्त करना है. പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അവൻ ഒരിക്കലും വീഴത്തില്ല. अब अगर कोई प्रार्थना करने वाला है तो कभी भी नहीं गिरेगा. പ്രസംഗിക്കുന്നവൻ വീണുപോയേക്കാം, പ്രവചിക്കുന്നവൻ വീണുപോയേക്കാം. हमें प्रचार करने वाला गिर सकता है, भविष्यवाणी करने वाला भी गिर सकता है, പ്രാർത്ഥിക്കുന്നവൻ ഒരിക്കലും വീഴത്തില്ല. परंतु प्रार्थना करने वाला कभी भी नहीं डगमगाएगा. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പ് പിശാച് വിറച്ചുകൊണ്ട് മുത്തുമടക്കും. प्रार्थना करने वालों के सामने शैतान डर कर घुटने टेक देगा. പ്രാർത്ഥിക്കുന്നവരായി നമുക്ക് മാറാം. इसलिए हमें प्रार्थना करने वालों के समान बनना है. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ച് നിങ്ങൾ അത്ഭുതങ്ങളെ കാണുക. अगर आप विश्वास से प्रार्थना करोगे तो अद्भुत कार्यों को ഇന്ന് देखोगे. നമ്മളിവിടെ പാട്ട് പാടിയല്ലോ, വിശ്വസിച്ച് പറയുന്നത് കണ്ണുകൊണ്ട് കാണണമെന്ന്. हमें आज इस प्रकार हमने गीत गाया जो हम विश्वास से कहते हैं वो हम अपने आंखों से देखेंगे करके. വഞ്ചിക്കപ്പെടരുത്. हम कभी भी धोखे में ना पड़े. കർത്താവ് വരാറായി. हमारा परमेश्वर आने वाला है. നമ്മൾ ശക്തരായി തീരണം. हमें बलवान होना जरूरी है. പിശാച് നമ്മളെ കണ്ട് വിറയ്ക്കണം. शैतान हमको देखते ही डरना है. നമ്മുടെ ഗ്രാമത്തിലുള്ളവർ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെന്ന് അറിയണം. हमारे गांव के लोग ये जानना जरूरी है कि ये प्रार्थना करने वाला है करके. പൗലോസും ശീലാസും രാത്രിയിൽ പ്രാർത്ഥിച്ചു. पौलोस और शीला दोनों ने रात में प्रार्थना किया. അവർക്ക് ഒരിക്കലും പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു രാത്രി അല്ല. वो एक ऐसा रात था जहां बिल्कुल भी प्रार्थना नहीं कर पाएंगे. അവരുടെ വസ്ത്രമെല്ലാം ഉഴിഞ്ഞ് അവരെ കോലുകൊണ്ട് അടിച്ച് ചമ്പറാക്കി അവരെ വലിച്ചെടുത്തു. उसका वस्त्र सब निकालकर उनको लकड़ी से मार पीट कर उनको खींच कर लाया गया था. അവരുടെ ശരീരം മുഴുവനും മുറിവുകളേറ്റു. उनके शरीर में पूरे ऐसे जख्म पड़े हुए थे. റോഡിലൂടെ അവരെ വലിച്ചെടുക്കുമ്പോൾ ആ മുറിഞ്ഞ മുറിവുകളിൽ മണ്ണ് കൂടുവാനിടയായി. रोड में जैसे उनको खींच के लाया जा रहा था उनकी जहां भी चोट लगी थी वहां पूरा धूल मिट्टी सब आ गया. വലിച്ചെടുത്ത് ജയിലിനകത്ത് കൊണ്ടുപോയി ഒരിടത്ത് ഇടുകയല്ല. और उनको खींच के लाकर जेल में कोने में नहीं पटका. അവരുടെ കാലുകളും കൈകളും ആമത്തിലിട്ട് പൂട്ടി. उनके हाथ पैर दोनों जंजीर में बांध दिए. ഒരിക്കലും അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു രാത്രി അല്ല. वो एक ऐसा रात था जहां पर वो बिल्कुल भी प्रार्थना नहीं कर पाएंगे. എന്നാൽ അവരുടെ വേദനകളെ അവർ മറന്നു. परंतु वो अपने दर्द को भूल जाते हैं. സാഹചര്യങ്ങളെ അവർ മറന്നു. वो अपनी अवस्थाओं को भूल गए. കൈ കൊട്ടുവാൻ സാധ്യമല്ല, അതവർ മറന്നു. भले हाथ ताली बजाने के लिए नहीं हो पाएंगे वो भूल गए. മുട്ടുമടക്കുവാൻ സാധ്യമല്ല, അതവർ മറന്നു. भले घुटने नहीं टेक पाएंगे वो अवस्था भी वो भूल അവരുടെ गए. വാ തുറന്നിരിക്കുകയാണ്. उनका मुंह खुला हुआ है. അവർ വാ തുറന്ന് പാട്ട് പാടി. वो मुंह खोलकर गीत गाना शुरू അവർ करते വാ हैं. തുറന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. मुंह खोलकर परमेश्वर की स्तुति करना शुरू അവർ करते हैं. ആത്മാവിൽ ആരാധിക്കുവാൻ തുടങ്ങി. वे लोग आत्मा में आराधना शुरू करते हैं. പ്രാർത്ഥന അവിടെ പൊട്ടിപ്പുറപ്പെട്ടു. वो प्रार्थना उनके मुंह से निकला. എന്താ സംഭവിച്ചെന്നറിയാമോ? उसके बाद क्या हुआ आप जानते ആ हैं? ജയില് കുലുങ്ങുവാനിടയായി. वो जेल हिलने लग गया. വലിയ ഭൂകമ്പം പൊട്ടിപ്പുറപ്പെട്ടു. वहां पर बहुत बड़ा भूकंप प्रकट हुआ. പ്രിയപ്പെട്ട വിശ്വാസിയെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ദേശം കുലുങ്ങും. मेरे प्रियो अगर आप प्रार्थना करते हो तो आपका देश हिल जाएगा. എന്താ സംഭവിച്ചെന്നറിയാമോ? क्या हुआ आप जानते हैं? അവര് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ചങ്ങല മാത്രമല്ല അഴിഞ്ഞത്. जब उन्होंने प्रार्थना करा तब उनका जंजीर सिर्फ नहीं खुला, ആ ജയിലിൽ കിടന്ന എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു. परंतु जेल में जितने भी लोग पड़े थे उन सब का बंधन खुल गया. എന്താണ് ദൈവം നമ്മളോട് പറയുന്നത്? इससे परमेश्वर हमसे क्या कहता है? നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, जब हम यहाँ बैठकर प्रार्थना करते हैं, ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, आत्मा से भरकर
प्रार्थना നമ്മുടെ करते ചങ്ങല हैं, മാത്രമല്ല പൊട്ടുന്നത്, हमारे ही बंधन नहीं खुलते ഈ हैं, ദേശത്തുള്ള ജനങ്ങളുടെ ബന്ധനങ്ങൾ പൊട്ടിപ്പോകും. इस देश में पाए जाने वाले हर एक लोगों के बंधन खुल जाते हैं। ജയിലിന്റെ അധികാരി വന്ന് വിറച്ചുകൊണ്ട് മുട്ടുകുത്തും. जेल का अधिकारी घुटने टेक देगा। സഹോദരന്മാരെ, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ए भाई, उद्धार प्राप्त करने के लिए मुझे क्या करना है? പ്രാർത്ഥനയുടെ ശക്തി നാം തിരിച്ചറിയുക. प्रार्थना की शक्ति हमें पहचानना बहुत जरूरी പ്രാർത്ഥിക്കുമ്പോൾ है। നമ്മൾ മാത്രമല്ല, ലോകക്കാർക്കും വിടുതല ലഭിക്കും. हमें प्रार्थना करने सिर्फ हम ही नहीं, परंतु ये दुनिया के सारे लोग छुटकारा को प्राप्त करेंगे। 276 പേര് കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. हमें ऐसे बहुत सारे लोग जहाज में सफर कर रहे हैं। ഒരാൾ മാത്രം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ഭക്തൻ. सिर्फ एक व्यक्ति वहां पर मौजूद है जो परमेश्वर की आराधना कर ആ रहा है। വ്യക്തി മാത്രം പ്രാർത്ഥിക്കുകയാണ്. सिर्फ वही व्यक्ति वहां प्रार्थना कर रहा है। ഓ, കപ്പല് ഉടഞ്ഞു തകരുകയാണ്. वहां पर जहाज को टूटते हुए हम देख सकते हैं। 14 ദിവസമായി സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ കൂരിരുട്ടിൽ തകർന്നടിയുകയാണ്. 14 दिन हो गए, ना सूरज को देखा ना चंद्रमा को देखा, ऐसे अंधेरे में पड़े हुए वो लोग। ആഹാരം കഴിക്കാതെ പട്ടിണി ഇരിക്കുകയാണ് മരണഭയത്താൽ. हमें वो बड़े भूख के साथ वहां पर हमें मृत्यु के भय के साथ बैठे हुए हैं। എന്നാൽ പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ परंतु जिसको जो प्रार्थना करता था, जब उसने प्रार्थना खत्म किया, അവൻ എഴുന്നേറ്റ് പറയുകയാണ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതൻ ഇന്ന് രാത്രി എന്നോട് സംസാരിച്ചു. हमें वो उठ खड़े कर कहता है कि जिस परमेश्वर की सेवा में करता हूँ, उसका स्वर्गदूत आज मुझसे बात किया। ആ ദൈവം എന്നെ മാത്രമല്ല ഇതിനകത്തുള്ള എല്ലാവരെയും രക്ഷിക്കുവാൻ ആഗ്രഹിക്കുക. कि वो परमेश्वर की इच्छा ये है कि सिर्फ मुझे ही नहीं, बल्कि जहाज में जितने लोग फंसे हुए हैं उन सबों को बचाना चाहता है। പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിച്ചപ്പോൾ അവൻ മാത്രമല്ല, ആ കപ്പലിലുള്ള എല്ലാവരും രക്ഷപ്പെടുവാൻ ഇടയായിത്തീർന്നു. प्रार्थना करने वाले ने जब प्रार्थना किया, सिर्फ वही नहीं, बल्कि जहाज में जितने लोग फंसे हुए थे उन सबों को छुटकारा मिला। നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ നിൽക്കാം. हम सब परमेश्वर के उपस्थित में खड़े हो जाए, सब लोग। സകലതും നടക്കുന്നത് പ്രാർത്ഥനയാണ്. सब कुछ प्रार्थना के द्वारा संभव होता है। പ്രാർത്ഥിക്കാത്തവൻ പ്രാർത്ഥിക്കാത്തവൾ ഒന്നും നേടാൻ പോകുന്നില്ല. हमें जो प्रार्थना नहीं करता है वो कुछ भी नहीं पाएगा। ഇന്നു മുതൽ ചെറിയ പ്രാർത്ഥന ആരംഭിക്കൂ. इसलिए आज से छोटी सी प्रार्थना शुरू करो। 5 മിനിറ്റ് പ്രാർത്ഥന ആരംഭിക്കും. आप 5 मिनट का प्रार्थना शुरू करो। അരമണിക്കൂർ പ്രാർത്ഥിക്കാൻ ആരംഭിക്കും. आधा घंटा प्रार्थना शुरू करो। 1 മണിക്കൂർ പ്രാർത്ഥിക്കുവാൻ കൃപയ്ക്ക് വേണ്ടി ചോദിക്കും. 1 घंटा प्रार्थना करने के अनुग्रह परमेश्वर से मांगो। 4 മണിക്കൂർ തുടർമാനമായി പ്രാർത്ഥിക്കുവാനുള്ള വരത്തിന് ചോദിക്കും. 4 घंटे लगातार प्रार्थना करने का अनुग्रह परमेश्वर से मांगो। प्रार्थना कर, आराधना कर, वो अच्छा है कितना भला है। प्रार्थना कर, आराधना कर, वो अच्छा है कितना भला है। करा पाए हमेशा हमेशा, करा पाए हमेशा। मांगोगे तो मिलेगा, ढूंढोगे तो पाओगे, मांगोगे तो मिलेगा, ढूंढोगे तो पाओगे। बताओ बोलेगा आशीष पाओ तो मुझसे अभी।
अपने दासों के द्वारा अद्भुत वचनों को हमारे मध्य में दिया है। हालेलुया। आइए मेरे प्यारे, इस समय हम अपने आंखों को बंद करें। मैं चाहूँगा हमारे बीच में अंतिम प्रार्थना की अगुवाई करने के लिए पास्टर विंसन मैथ्यू सामने आएंगे और आशीष वचन के लिए पास्टर जोजी समाप्त करेंगे सभा को। आइए प्रार्थना में जाए। हालेलुया, हालेलुया। थोड़ी देर स्तुति धन्यवाद करें। हालेलुया। मैं मुंह खोलकर धन्यवाद करें। धन्यवाद। हालेलुया, हालेलुया। स्वर्गीय सामर्थ्य पर पिता परमेश्वर, हालेलुया, अच्छे समय के लिए प्रभु जी हम आपका धन्यवाद करते हैं। हालेलुया, हालेलुया।